ഈ തിരുവനന്തപുരം പട്ടണത്തിൻ്റെ ഹൃദയഭാഗത്ത് ദൈവസന്നിധിയിലായിരിക്കാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ, മഹത്വപ്പെടുത്തുവാൻ സർവകൃപാലുവായ ദൈവം നമുക്കൊരുക്കി തന്ന ഈ നല്ല അവസരങ്ങൾക്കായി കർത്താവിനെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. ഇന്ന് രാവിലെ കർത്താവിനെ ആരാധിച്ചു മഹത്വപ്പെടുത്തിയതിന് ശേഷം ഈ ഉച്ചതിരിഞ്ഞ സമയം ഈ പട്ടണത്തിൻ്റെ ഹൃദയഭാഗത്ത് അല്പസമയം നമുക്കൊരുമിച്ച് കർത്താവിനെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ദൈവം നമുക്കൊരുക്കി തരുന്ന ഈ അസുലഭമായ സന്ദർഭങ്ങളെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. കടന്നു വന്ന എല്ലാ പ്രിയ ദൈവമക്കൾക്കുമുള്ള സ്നേഹവും വന്ദനവും ഈ പ്രാരംഭത്തിൽ അറിയിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. കർത്താവിൻ്റെ ദാസൻ ചെന്നൈയുടെ ഭാഗത്ത് ആമേൻ ശുശ്രൂഷയോടുള്ള ബന്ധത്തിലൊക്കെ ആയിരിക്കുന്നു. ഓർത്ത് പ്രാർത്ഥിക്കുക. ദൈവമായ കർത്താവ് സഹായിക്കട്ടെ. ഇന്ന് പകലിൽ നമുക്ക് ചുരുക്കം പേരായി കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കാൻ ദൈവം ഒരുക്കിയ കൃപകൾക്കായി സ്തോത്രം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇത് കഴിഞ്ഞ് മറ്റൊരു മീറ്റിങ്ങിലേക്ക് കടന്നു പോകേണ്ടതായിട്ടുള്ളത് കൊണ്ട് സമയം ഞാൻ ദീർഘിപ്പിച്ചു പോകുവാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു ദൈവവചനം, ചെറിയ 1-2 കാര്യങ്ങൾ ഓർമ്മിപ്പിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. വളരെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കാം. ആമേൻ. സ്തോത്രം. ഒരു വാക്യം നമുക്ക് വായിക്കാം. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 38-ാം അധ്യായം അതിൻ്റെ 20-ാം വാക്യം ഒന്ന് വായിച്ചാട്ടെ. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 38-ാം അധ്യായം അതിൻ്റെ 20-ാം വാക്യം ഒന്ന് വായിച്ചാട്ടെ. ഹല്ലേലൂയ. യഹോവ എന്നെ രക്ഷിപ്പാൻ ഒരുങ്ങിയിരിക്കുന്നു, അതുകൊണ്ട് ഞങ്ങൾ ജീവപര്യന്തം യഹോവയുടെ ആലയത്തിൽ തന്ത്രിനാദത്തോടെ എൻ്റെ ഗീതങ്ങളെ പാടും. വളരെ അനുഗ്രഹിക്കപ്പെട്ട നമുക്കെല്ലാവർക്കും സുപരിചിതമായ ഒരു വേദഭാഗമാണ് യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 38-ാം അധ്യായം. അധ്യായം നമുക്കെല്ലാവർക്കും അറിയാം. പലപ്പോഴും നമ്മൾ ഈ ഭാഗത്തിൽ നിന്ന് നല്ല നല്ല മെസ്സേജുകളൊക്കെ കേൾക്കുവാനിടയായി തീർന്നിട്ടുണ്ട്. ആമേൻ. സ്തോത്രം. കഴിഞ്ഞ ആഴ്ച ഞാൻ ഓർമ്മിപ്പിച്ചതുപോലെ ഇസ്രായേൽ 2ആയി വിഭജിക്കപ്പെട്ട് യഹൂദയെന്നും ഇസ്രായേലെന്നും 2ആയി പിരിഞ്ഞ് ആ യഹൂദയിലെ ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു രാജാവായിരുന്നു ഹിസ്കിയാവെന്ന് പറയുന്ന രാജാവ്. പ്രൈസ് ദി ലോർഡ്. ഒത്തിരി രാജാക്കന്മാർ യഹൂദയിൽ ഭരണം നടത്തി. എല്ലാവരും ദൈവത്തിൽ ആശ്രയിച്ച് ഭരണം നടത്തിയില്ല. എല്ലാവരും ദൈവത്തിന് പ്രസാദമുള്ള ഭരണവും നടത്തിയില്ല. ചിലർ ദൈവത്തിന് പ്രസാദമുള്ള ഭരണം നടത്തി. അപ്പോൾ തന്നെ ചിലർ ദൈവത്തിന് അനിഷ്ടമായ ഭരണങ്ങൾ നടത്തി. യഹൂദയിൽ ഉള്ള പല രാജാക്കന്മാരും ദൈവത്തിന് പ്രസാദമുള്ള ഭരണമാണ് നടത്തിയത്. എന്നാൽ ഇസ്രായേലിൽ ഭരണം നടത്തിയ പല രാജാക്കന്മാരും ദൈവത്തിന് പ്രസാദമുള്ള ഭരണമല്ല, ദൈവത്തിന് അനിഷ്ടമായത്, ദൈവത്തെ വെറുപ്പിക്കുന്നത്, ദൈവത്തിന് ഇഷ്ടമല്ലാത്തത്. എന്നാൽ യഹൂദയെ സംബന്ധിച്ചിടത്തോളം ചില രാജാക്കന്മാരുടെ ഭരണം നമുക്ക് വളരെ ആശ്വാസവും അനുഗ്രഹവും നമുക്കും ഒരു എൻകറേജായി തീരുന്ന ഭരണമാണ് അവർ നടത്തിയത്. അതിൽ എടുത്തു പറയാൻ നമുക്ക് ഉള്ള ചില വ്യക്തികളിൽ ഒരു വ്യക്തിയാണ് ഹിസ്കിയാവ് എന്ന് പറയുന്ന രാജാവ്. ഹിസ്കിയാവ് ദൈവഭയമുള്ളവനായിരുന്നു, പ്രാർത്ഥിക്കുന്നവനായിരുന്നു. കഴിഞ്ഞ ആഴ്ച നമ്മൾ കേട്ടതുപോലെ പ്രാർത്ഥിക്കുന്ന ചില രാജാക്കന്മാർ ഇസ്രായേലിൽ അല്ലെങ്കിൽ യഹൂദയിൽ ഭരണം നടത്തി. അതിലൊരു വ്യക്തിയായിരുന്നു ഹിസ്കിയാവ് എന്ന് പറയുന്ന രാജാവ്. പ്രൈസ് ദി ലോർഡ്. ഏതൊരു കാര്യത്തിനും മുന്നോടിയായി പ്രാർത്ഥിക്കുന്ന ചില രാജാക്കന്മാരുണ്ടായിരുന്നു. ഒരു യുദ്ധത്തിന് പോകുന്നതിന് മുമ്പേ, ഒരു ആലയം പണി ചെയ്യുന്നതിന് മുമ്പേ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം, നല്ല കാര്യത്തിന് വേണ്ടി ഇറങ്ങുന്നതിന് മുമ്പേ ഒക്കെ പ്രാർത്ഥിച്ചു നോക്കിയിട്ടും പ്രാർത്ഥിച്ചിട്ടും തുടങ്ങുന്ന വ്യക്തികളുണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഈ ഹിസ്കിയാവിനെ സംബന്ധിച്ചിടത്തോളവും പ്രാർത്ഥിക്കുവാൻ മുൻപന്തിയിൽ നിന്ന ഒരു വ്യക്തിയായിരുന്നു. രാജാവാണേ, സാധാരണ വ്യക്തിയുടെ കാര്യമല്ല. രാജാക്കന്മാർ പ്രാർത്ഥിക്കുമോ, പ്രാർത്ഥിക്കേണ്ട ആവശ്യമുണ്ടോ, പ്രാർത്ഥിക്കേണ്ടതായ കാര്യമുണ്ടോ എന്നൊക്കെ നമ്മൾ ചോദിക്കും. പക്ഷേ പ്രാർത്ഥിച്ച ചില രാജാക്കന്മാരെ നമുക്ക് കാണുവാൻ വേണ്ടി കഴിയും. അതിലൊരു രാജാവാണ് ഹിസ്കിയാവ്. അശൂർ രാജാവായ സൻഹരീബിൻ്റെ നേതൃത്വത്തിൽ യഹൂദയെ വളഞ്ഞ്
യഹൂദയിലുള്ള സകല ബലമുള്ള പട്ടണങ്ങളെയും പിടിച്ച് യഹൂദയെ നശിപ്പിക്കുവാൻ വേണ്ടി വളഞ്ഞിരിക്കുമ്പോൾ, കാരണം അശ്ശൂർ രാജാവിൻ്റെ കയ്യിൽപ്പെട്ടവരാരും രക്ഷപ്പെട്ടിട്ടില്ല, അവൻ ശക്തനാണ്. അശ്ശൂർ രാജാവിൻ്റെ സൈന്യം എവിടെ പാളയമിറങ്ങിയാലും തുടച്ചു നീക്കും. അശ്ശൂർ രാജാവിൻ്റെ കയ്യിൽപ്പെട്ടാരും രക്ഷപ്പെട്ടിട്ടില്ല. ആ ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ ആ കാര്യങ്ങളെല്ലാം നമുക്ക് മനസ്സിലാക്കുവാൻ വേണ്ടി കഴിയും. അത് തന്നെ ഹിസ്കിയാവിനും അറിയാം. അവർക്കുള്ള അതിൽ അശ്ശൂർ രാജാവുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും അശ്ശൂർ രാജാവിൻ്റെ കയ്യിൽപ്പെട്ടവരാരും രക്ഷപ്പെട്ടിട്ടില്ലെന്നറിയാം. അശ്ശൂർ രാജാവിൻ്റെ സൈന്യം പാളയമിറങ്ങിയടുത്തൊന്നും പഴയ സ്ഥിതിഗതി ഉണ്ടായിട്ടില്ലെന്നറിയാം. അങ്ങനെ യഹൂദയിൽ ഹിസ്കിയാവ് ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ അശ്ശൂർ സൈന്യവും അശ്ശൂരിൻ്റെ രാജാവും ഈ യഹൂദയെ വന്ന് വളയുകയും മാത്രമല്ല, ബലമുള്ള പട്ടണങ്ങളെ ആ യഹൂദയിലെ എല്ലാ പട്ടണങ്ങളെയും വളഞ്ഞ് ഇവരിങ്ങനെ നിൽക്കുമ്പോൾ ഈ ഹിസ്കിയാവ് ഭയന്നുപോയി. അതുമാത്രമല്ല, അതാത് ദൂതന്മാരെ യഹൂദയിലെ രാജാവായ ഹിസ്കിയാവിൻ്റെ അടുക്കൽ അയച്ച് ഭയപ്പെടുത്തുകയും ചെയ്തുകൊണ്ടിരുന്നു. പ്രൈസ് ലോ. ഓരോ വർത്തമാനങ്ങൾ കേട്ടപ്പോൾ ഹിസ്കിയാവ് ഭയപ്പെട്ടു, ഹിസ്കിയാവ് ഭാരപ്പെട്ടു. ഹിസ്കിയാവ് എന്താ ചെയ്തത്? ദൈവസന്നിധിയിൽ തലവണക്കി, ദൈവസന്നിധിയിൽ മുട്ടുമടക്കി, ദൈവസന്നിധിയോട് അടുത്തു, ദൈവത്തോട് കാര്യം പറഞ്ഞു, തൻ്റെ ജനത്തെ ബലപ്പെടുത്തി പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായി ശക്തനായ സൻഖരീബിൻ്റെ കയ്യിൽ നിന്ന് അത്ഭുതകരമായി ഹിസ്കിയാവിന് ദൈവം വിടുതൽ കൊടുത്തു. ഹല്ലേലൂയ. ഇസ്രായേൽ യഹൂദ ജനത്തെയും യഹൂദയിലെ രാജാവായ ഹിസ്കിയാവിനും സ്വർഗത്തിലെ ദൈവം വിടുതൽ കൽപ്പിച്ചു. ശക്തനായ സൻഖരീബിൻ്റെ കയ്യിൽ നിന്ന് അത്ഭുതകരമായ വിടുതൽ പ്രാപിച്ചു വരുമ്പോൾ, ഒരു വിജയം പ്രാപിച്ചു വന്നതിന് ശേഷം ഹിസ്കിയാവ് രാജാവിന് ഒരു പ്രശ്നമുണ്ടായി. ഹല്ലേലൂയ. ഒരു പ്രതികൂലത്തിൽ നിന്ന് ജയിച്ചു വന്നപ്പോൾ, ഒരു പ്രശ്നത്തിൽ നിന്ന് ജയിച്ചു വന്നപ്പോൾ, ഒരു പരാജയത്തിൽ നിന്ന് ജയിച്ചു വന്നപ്പോൾ, ദേശത്തൊന്ന് തല ഉയർത്തി വന്നപ്പോൾ, ആമേൻ, ശക്തനായ രാജാവായ സൻഖരീബിൻ്റെ കയ്യിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ടൊന്ന് പച്ച പിടിച്ചു വന്നപ്പോൾ, ഇതാ അടുത്തൊരു പ്രശ്നം വരികയാണ്, അടുത്തൊരു പ്രതികൂലം വരികയാണ്, അടുത്തൊരു ബുദ്ധിമുട്ട് വരികയാണ്. ആമേൻ, മരിക്കത്തക്ക ഒരു രോഗം. പ്രൈസ് ദി ലോർഡ്. ആർക്കാ സംഭവിച്ചത്? ഹിസ്കിയാവിന്. ആമേൻ. ശരിക്കും പറഞ്ഞാൽ വലിയ രോഗമൊന്നുമില്ല, ഒരു ചെറിയ പരുവാണ് കേട്ടോ. ആമേൻ, സ്തോത്രം. ഒരു ചെറിയ പരുവാണ് ഈ ഹിസ്കിയാവിൻ്റെ ജീവിതത്തിൽ വന്നതെങ്കിലും ഓരോ ദിവസം കഴിഞ്ഞപ്പോൾ അതിൻ്റെ വേദന വർദ്ധിച്ചു, അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ വർദ്ധിച്ചു. അത് വല്ലാത്തൊരവസ്ഥയിലായി, താൻ കിടരോഗിയായി. ആമേൻ, സ്തോത്രം. ഉള്ള വൈദ്യന്മാരെയൊക്കെ കണ്ടു കാണാം, ബൈബിളിൽ അങ്ങനെ ഇല്ല. ട്രീറ്റ്മെൻ്റൊക്കെ എടുത്തു കാണാം, ഡോക്ടർമാരൊക്കെ ചികിത്സ ചെയ്തു കാണാം, ഹോസ്പിറ്റലൊക്കെ പോയി കാണാം. പക്ഷെ വിടുതലില്ല, സൗഖ്യമില്ല. ഓരോ ദിവസവും താൻ ബലഹീനനായിക്കൊണ്ടിരിക്കുന്നു, ഓരോ ദിവസവും താൻ ശോഷിച്ചു കൊണ്ടിരിക്കുന്നു, ഓരോ ദിവസവും തൻ്റെ പ്രതീക്ഷ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു, പ്രത്യാശ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. താൻ അങ്ങനെ വളരെ വേദനയിൽ പ്രയാസത്തിലായിരിക്കുമ്പോൾ അന്നത്തെ പ്രവാചകന്മാരിൽ ശ്രേഷ്ഠനായ യെശയ്യാവ് ദൈവം ഹിസ്കിയാ രാജാവിൻ്റെ അരികിലേക്ക് അയക്കുകയാണ്. ഹിസ്കിയാ രാജാവിൻ്റെ വീട്ടിലേക്ക് യെശയ്യാ പ്രവാചകനെ ദൈവം അയച്ച്, ആ യെശയ്യാ പ്രവാചകൻ ഹിസ്കിയാവിൻ്റെ കൊട്ടാരത്തിൽ വന്നിട്ട് ഒരു ദൂത് പറയുന്നതാണ് നമുക്ക് ഈ 38-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള ഭാഗങ്ങൾ നമുക്ക് കാണുവാൻ വേണ്ടി കഴിയുന്നത്. 38-ന്റെ 1 നമ്മൾ വായിക്കുമ്പോൾ, അക്കാലത്ത് ഹിസ്കിയാവിന് മരിക്കത്തക്ക രോഗം പിടിച്ചു. ആമോസിൻ്റെ മകനായ യെശയ്യാവ് അവൻ്റെ അടുക്കൽ വന്ന്
അവനോട് നിന്റെ ഗ്രഹകാര്യം ക്രമത്തിലാക്കുക, നീ മരിച്ചു പോകും, സൗഖ്യമാകുകയില്ല എന്ന് യഹോവ അരുളി ചെയ്യുന്നു. നീ മരിച്ചു പോകും, ആമേൻ, സൗഖ്യമാകുകയില്ല. ആമേൻ. ഇവിടെ ഇതാ പറയുകയാ. ഹല്ലേലൂയ. ആരാ ഞെട്ടിപ്പോകാത്തത്? രോഗം പിടിച്ച് പ്രയാസത്തിലായി, ബുദ്ധിമുട്ടിലായി, കണ്ണുനീരിലായി വീട്ടിൽ കിടക്കുമ്പോൾ ഒരു പാസ്റ്റർ വന്ന് പ്രാർത്ഥിച്ചിട്ട് ഇതാണോ പറയേണ്ടത്? ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. ഒരു രോഗി എപ്പോഴും ആഗ്രഹിക്കുന്നത് ആശ്വാസത്തിൻ്റെ വാക്കാണ്. ഒരു രോഗി എപ്പോഴും ആഗ്രഹിക്കുന്നത് വിടുതലാണ്. ഒരു രോഗി ആഗ്രഹിക്കുന്നത് എപ്പോഴും സൗഖ്യമാണ്. പക്ഷേ യെശയ്യാ പ്രവാചകൻ ഹിസ്കിയാവ്, അതും രാജാവിൻ്റെ കൊട്ടാരത്തിൽ രാജാവിൻ്റെ അടുക്കൽ വന്നിട്ട് പറയുന്നു, നിന്റെ കാര്യങ്ങളെല്ലാം ക്രമത്തിലാക്കുക, ഗ്രഹകാര്യം ക്രമത്തിലാക്കുക, നീ സൗഖ്യമാകത്തില്ല, നീ മരിച്ചു പോകുമെന്ന് യെശയ്യാവിൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞപ്പോൾ, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. ആരവിടെ എന്ന് വിളിച്ചു ചോദിച്ച് ഇവൻ്റെ തലയെ അങ്ങ് വെട്ടിക്കള എന്ന് പറഞ്ഞില്ല കേട്ടോ. ഹല്ലേലൂയ. ഇന്നത്തെ രാജാക്കന്മാരാണെങ്കിൽ അവർക്കിഷ്ടപ്പെടാത്ത ദൂത് പറഞ്ഞാൽ, അവർക്കിഷ്ടപ്പെടാത്ത കാര്യം പറഞ്ഞാൽ പിന്നെ ഒരു ദൂത് പറയാൻ ഭൂമിയിൽ കാണത്തില്ല, പിന്നെ ഒരു ആലോചന പറയാൻ ഭൂമിയിൽ കാണത്തില്ല. രാജാവിന് ഇഷ്ടമുള്ള ദൂത് പറഞ്ഞാൽ, രാജാവിന് ഇഷ്ടമുള്ള കാര്യം പറഞ്ഞാൽ ആമേ ഭൂമിയിൽ കാണുവാൻ സാധ്യതയുണ്ട്. എന്നാൽ രാജാവിന് ഇഷ്ടമല്ലാത്ത കാര്യം പറഞ്ഞാൽ രാജാവ് പിന്നെ വച്ചേക്കത്തില്ല. ആമേൻ. അത് ഹല്ലേലൂയ, സംഗതി അങ്ങനെയാണ്. ഒരിക്കൽ ആഹാബും യെഹോശാഫാത്തും തമ്മിൽ ഒരു യുദ്ധത്തിനു പോകുന്നതിന് മുമ്പ് ചില പ്രവാചകന്മാരെ വരുത്തി ദൂത് കേൾക്കുവാനിടയായി. ഏകദേശം 400ഓളം പ്രവാചകന്മാർ ഈ കൊട്ടാരത്തിൽ വന്ന് ദൂത് പറഞ്ഞു. ഹല്ലേലൂയ. 400 പ്രവാചകന്മാർ പറഞ്ഞ ദൂതും ഒരുപോലെ ആയിരുന്നു. ഒരുപോലെ ഹല്ലേലൂയ. 1ഉം 2ഉം പ്രവാചകന്മാരല്ല, 400 പ്രവാചകന്മാർ ആഹാബിൻ്റെ കൊട്ടാരത്തിൽ വന്ന് ആഹാബിനോടും യെഹോശാഫാത്തിനോടും പറഞ്ഞു, ആമേൻ, ഒരുപോലത്തെ ദൂത്, നിങ്ങൾ യുദ്ധത്തിന് പൊക്കോ, ഈ യുദ്ധം ജയിക്കും, ഈ യുദ്ധം പരാജയപ്പെടത്തില്ല, ഈ യുദ്ധത്തിൽ പ്രതികൂലമുണ്ടാകത്തില്ല, ഈ യുദ്ധത്തിൽ ഒരു നഷ്ടമുണ്ടാകത്തില്ല, രാജാവിൻ്റെ കയ്യിൽ, നിങ്ങളുടെ രണ്ടുപേരുടെയും കയ്യിൽ വിജയമുണ്ടാകുമെന്ന് ഏകദേശം 400ഓളം പ്രവാചകന്മാർ ഒറ്റ സ്വരത്തിൽ പറഞ്ഞു ദൂത്. രാജാവിന് ഇഷ്ടപ്പെട്ടു കേട്ടോ. ആഹാബ് രാജാവിന് ഇഷ്ടപ്പെട്ട കാര്യം, ആരും എനിക്കെതിരായി പ്രവചിച്ചില്ലല്ലോ, ആരും എനിക്കെതിരായി പറഞ്ഞില്ലല്ലോ, എല്ലാ ദൂതും കറകററ്റായി ഉള്ളതുപോലെ ഒരുത്തൻ പറയുന്നതിനോടൊപ്പം തന്നെ മറ്റവൻ, എല്ലാ ദൂതും കണക്റ്റഡ് ആയിരുന്നു. എല്ലാവരുടെയും ദൂത് അനുഗ്രഹത്തിൻ്റെതായിരുന്നു. എല്ലാവരുടെയും ദൂത് ആമേ സന്തോഷമുളവാക്കുന്നതായിരുന്നു. അപ്പോൾ ആഹാബ് പറഞ്ഞു, നമുക്കിനി യുദ്ധത്തിന് പോകാമല്ലോ. യെഹോശാഫാത്ത് പറഞ്ഞു, ഇനി ആരെങ്കിലും ഉണ്ടോ പ്രവചിക്കാൻ? എല്ലാ പ്രവാചകന്മാരും ഉണ്ട്, ഇനി ഒരുത്തനുണ്ട്, മിഖയാവെന്ന് പറയുന്ന ഒരു വ്യക്തി. പക്ഷെ അവനെ എനിക്കിഷ്ടമല്ല, അവനെ ഞാൻ അധികം വിളിക്കത്തില്ല. അവൻ എന്തെങ്കിലും വന്നാൽ എനിക്കെതിരായിട്ടേ പ്രവചിക്കത്തുള്ളൂ, എനിക്കെതിരായിട്ടേ പറയത്തുള്ളൂ, എനിക്കെതിരായിട്ടേ പ്രസംഗിക്കത്തുള്ളൂ, എനിക്കെതിരായിട്ടേ ദൂത് പറയത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ അവനെ അങ്ങ് വിളിക്കാറില്ല, അതുകൊണ്ട് അവനെ ഞാൻ ഒഴിവാക്കിയിട്ടിരിക്കുക. ഇന്ന് പകൽ ഞാനൊരു കാര്യം പറയാം, സത്യം പറയുന്നവനെ എന്നും ലോകം ഒറ്റപ്പെടുത്തോ, സത്യത്തിനു വേണ്ടി നിൽക്കുന്നവനെ എന്നും ലോകം മാറ്റിയിടോ, സത്യത്തിനു വേണ്ടി നിൽക്കുന്നവളെ എന്നും ലോകം എഴുതിത്തള്ളോ. സത്യത്തിനു വേണ്ടി നിന്നാൽ, സത്യത്തിനു വേണ്ടി പ്രവർത്തിച്ചാൽ, സത്യവചനം പ്രസംഗിച്ചാൽ, സത്യദൂതുകൾ വിളിച്ചു പറഞ്ഞാൽ, സത്യത്തിനു വേണ്ടി നെഞ്ചും നെറ്റിയും കൊടുത്ത് നിന്നാൽ ഈ ലോകം നിനക്ക് അനുകൂലമാകത്തില്ല, ഈ ലോകം നിനക്ക് കൈത്താങ്ങൽ തരത്തില്ല, ഈ ലോകം നിനക്ക് വേദികൾ തരത്തില്ല, ഈ ലോകം നിനക്ക് കൈമടക്ക് തരത്തില്ല, ഈ ലോകം നിനക്ക് സ്ഥാനം തരത്തില്ല, ഈ ലോകം നിനക്ക് പ്രസംഗവേദികൾ തരത്തില്ല. ലോകത്തിന് നിന്നെ ഇഷ്ടം കാണത്തില്ല, പക്ഷെ ദൈവത്തിന് നിന്നെ ഇഷ്ടമായിരിക്കും. ലോകം നിന്നെ അംഗീകരിക്കത്തില്ല, പക്ഷെ ദൈവം നിന്നെ അംഗീകരിക്കും. ലോകം നിന്നെ അടിപ്പിക്കത്തില്ല, പക്ഷെ ദൈവം നിന്നെ മാറോട് ചേർത്ത് നിർത്തും. മിഖയാവിനെ ഇഷ്ടമല്ല എന്ന് ആഹാബ് രാജാവ് യെഹോശാഫാത്തിനോട് പറഞ്ഞപ്പോൾ, അങ്ങനെ പറയരുത്, പുള്ളി ഒരു പ്രവാചകനല്ലേ, എന്തായാലും കേൾക്കാം, ദൂത് കേൾക്കാം, പുള്ളിയെ വിളിക്കാൻ പറഞ്ഞു. അങ്ങനെ നിർബന്ധത്താൽ കൊട്ടാരത്തിലേക്ക്
ആ പ്രവാചകനെ വിളിക്കാൻ പോയവരൊക്കെ വഴി വച്ചു പറഞ്ഞു, ഡോ ഞങ്ങൾ 400 പേര് പ്രവചിച്ചിരിക്കുക, 400 പേരുടെ ദൂതും ഒരുപോലെ രാജാവിന് ഇഷ്ടപ്പെട്ട് ഞങ്ങൾക്ക് വലിയ സമ്മാനങ്ങളൊക്കെ തന്നിരിക്കുക, ഞങ്ങൾക്ക് വലിയ സന്തോഷമാണ്, അതുപോലെ രാജാവിനും സന്തോഷമാണ്, നീ ആയിട്ടത് തൊലയ്ക്കരുത്, ഇങ്ങനെ വേണം ദൂത് പറയാൻ, ഞങ്ങളെല്ലാം പറഞ്ഞ ദൂത് ഇങ്ങനെയാണ്, ഈ ദൂത് നീ പറയണമെന്ന് ദൂത് പറഞ്ഞ് പഠിപ്പിച്ച് ആമേ കൊട്ടാരത്തിലേക്ക് കൊണ്ടുവന്നു. പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു മുട്ടുമടക്കി സ്വർഗത്തിലെ ദൈവം മിഖയാവിൻ്റെ വായിൽ അരുളപ്പാടുകൾ കൊടുത്തു. മുഖം നോക്കാതെ, കൊട്ടാരം നോക്കാതെ, സ്ഥാനമാനം നോക്കാതെ, മുമ്പോട്ടുള്ള പ്രൊമോഷൻ നോക്കാതെ, ഒന്നും നോക്കാതെ മിഖയാവ് ആഹാബിന്റെ മുഖത്തു നോക്കി, യെഹോശാഫാത്തിന്റെ മുഖത്തു നോക്കി ദൈവം കൊടുത്ത ദൂത് വിളിച്ചു പറഞ്ഞപ്പോ കിട്ടിയത് എന്തെന്നറിയാമോ? നോട്ടുമാലയല്ല, പൂമാലയല്ല, പട്ടുമെത്തയല്ല, സ്ഥാനക്കയറ്റമല്ല. ആമേ, മിഖയാവിന് കിട്ടിയത് ഒറ്റ അടിയാണ്. ഹല്ലേലൂയ. ഇന്ന് ദൂതുകൾ പറയുമ്പോൾ കിട്ടുന്നത് കൈമടക്കാണ്. നല്ല കൈമടക്ക് കിട്ടും, നല്ല സ്ഥാനമാനം കിട്ടും, കൊട്ടാരത്തിൽ സ്മാനം കിട്ടും, എല്ലാം കിട്ടും. ദൂത് കേൾക്കാൻ വേണ്ടി വിളിക്കും. ദൂത് കേട്ട് കഴിയുമ്പോൾ ഈ ലോകത്തിലുള്ള എല്ലാം നമുക്ക് കിട്ടും. പക്ഷേ മിഖയാവിന് കിട്ടിയത് ദൂത് പറഞ്ഞപ്പോൾ കിട്ടിയത് എന്തെന്ന് ചോദിച്ച സൂപ്പർ അടിയാണ്. അടിയും കെട്ടിട്ട് ചോദിക്കുകയാണ്, സിദക്കിയാവ് ചോദിക്കുകയാണ്, എന്നെ മറച്ചിട്ട് ദൈവാത്മാവ് നിന്റെ അടുക്ക ഏത് വഴിയാ വന്നത്? ഇന്നോ പകൽ എന്നെ കേൾക്കുന്ന ദൈവ പൈതലേ, സ്തോത്രം, സത്യത്തിന് വേണ്ടി നിൽക്കുമ്പോ, നീതിക്ക് വേണ്ടി നിൽക്കുമ്പോ, ന്യായത്തിന് വേണ്ടി നിൽക്കുമ്പോ, വചനത്തിന് വേണ്ടി നിൽക്കുമ്പോ, കർത്താവിന് വേണ്ടി നിൽക്കുമ്പോ ഒരു പക്ഷേ ഒറ്റപ്പെടലുകൾ ഉണ്ടാകും, ഒരു പക്ഷേ തെറ്റിദ്ധാരണകൾ ഉണ്ടാകും, ഒരു പക്ഷേ സ്തോത്രം അടി കിട്ടോ, ഒരു പക്ഷേ നിന്റേതായ നന്മകൾ മുടങ്ങും. എങ്കിലും ഇന്നോ പകൽക്കാലം അതിനു വേണ്ടി നിന്നാൽ, അന്ത്യത്തോളം നിന്നാൽ ഒരു നന്മയുണ്ടാകൂ. അത് ഉറപ്പായൊരു കാര്യം തന്നെയാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുപോലെ ഇവിടെ ഇതാ ഒരു പ്രവാചകൻ കൊട്ടാരത്തിലേക്ക് വരികയാ. യെശയ്യാ പ്രവാചകൻ വന്നിട്ട് ഹിസ്കിയാവിനോട് ദൂത് പറയുകയാ. ദൂത് കേട്ട് ഹിസ്കിയാവ് ഉടനടി യെശയ്യാവ് ഇനി അടുത്ത ദൂത് പറയാൻ ഉണ്ടാകരുതെന്ന് പറഞ്ഞ് പിടിച്ച് കാരാഗ്രഹത്തിലിട്ടില്ല, അവൻ്റെ കഴുത്ത് കൊയ്തില്ല, അവന് കൈകാലുകൾ ആമത്തിലിട്ട് മാറ്റിയില്ല. ദൂത് പറഞ്ഞ് തിരിയുന്നതിനു മുമ്പേ ഹിസ്കിയാവ് മുട്ടുമടക്കി. ഹല്ലേലൂയ. ദൂത് പറഞ്ഞിട്ട് തിരിഞ്ഞതിനു മുമ്പേ ഹിസ്കിയാവ് ചെയ്ത ഒരു കാര്യമെന്ന് പറഞ്ഞാൽ പ്രാർത്ഥനാ മുറിയിലേക്ക് കയറി മുട്ടുമടക്കി തൻ്റെ മുഖം ചുവരിന് നേരെ തിരിച്ചു സ്വർഗത്തിലെ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. എന്താ പ്രാർത്ഥിച്ചത്? 38-ാം അധ്യായം അതിൻ്റെ 3-ാം വാക്യം, 2-ാം വാക്യവും 3-ാം വാക്യവും ഒന്ന് വായിച്ചോ. അപ്പോൾ ഹിസ്കിയാവ് മുഖം ചുവരിന് നേരെ തിരിച്ച് യഹോവയോട് പ്രാർത്ഥിച്ചു. അയ്യോ യഹോവേ. അപ്പോൾ ഹിസ്കിയാവ് എന്താ ചെയ്തത്? മുഖം ചുവരിന്റെ നേരെ തിരിച്ചു യഹോവയോട് പ്രാർത്ഥിച്ചു. ഇന്നൊക്കെ ദൂത് പറഞ്ഞിട്ട് തിരിയുന്ന മുമ്പേ ദൂത് കേട്ടവരെല്ലാം പ്രവാചകന്റെ മുമ്പിലാണ് മുട്ടുമടക്കുന്നത്, പ്രവാചകന്റെ കാലാണ് പിടിക്കുന്നത്, പ്രവാചകനോടാണ് കരയുന്നത്, പ്രവാചകനോട് ചോദിക്കും, പാസ്റ്ററെ എന്തായാലും കേട്ട ദൂത് വല്ലാത്തൊരു പ്രയാസപ്പെട്ട ദൂതാണ്, അതുകൊണ്ട് ഇതിലെന്തെങ്കിലും പരിഹാരക്രിയയുണ്ടോ എന്ന് പറഞ്ഞ് ദൈവത്തോട് മുഖം തിരിക്കേണ്ടതിന് പകരം, ദൈവത്തോട് ചോദിക്കേണ്ടതിന് പകരം, ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ടതിന് പകരം സ്തോത്രം, ദൂത് പറഞ്ഞ പ്രവാചകന്റെ മുമ്പിൽ മുട്ടുമടക്കുക. ദൂത് പറഞ്ഞ പ്രവാചകനോട് ആലോചന ചോദിക്കുക. പ്രവാചകൻ പറയും, ഒരു 3 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന വച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നീക്ക് പോക്കുണ്ട്. ആമേൻ, സ്തോത്ര. 3 ദിവസം വച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കഴിക്കരുത്, ഞാൻ കഴിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. 3 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന വച്ചു കഴിഞ്ഞാൽ ഇതിനൊരു നീക്ക് പോക്കുണ്ട്. ഹല്ലേലൂയ.
പിന്നെ 3 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയായി, പിന്നെ അടുത്ത ബന്ധനം വെളിപ്പെട്ടു, പിന്നെ 7 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയായി. ഒരു തരത്തിൽ പറഞ്ഞ കുടുംബത്തിൻ്റെ കട്ടപ്പുകയായി. ഹല്ലേലൂയ. എന്നാൽ ഹിസ്കിയാവ് യെശയ്യാവിൻ്റെ മുമ്പിൽ മുട്ടുമടക്കിയില്ല, യെശയ്യാവിൻ്റെ മുഖത്തേക്ക് നോക്കിയില്ല, യെശയ്യാവിനോട് ആലോചന ചോദിച്ചില്ല. ദൂത് അയച്ചവൻ സ്വർഗമാണെന്ന് മനസ്സിലാക്കിയ യെശയ്യാവ് മുഖം ചുവരിന് നേരെ തിരിച്ചിട്ട് അവിടെ നിന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ തുടങ്ങുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്താ പ്രാർത്ഥിച്ചത്? അയ്യോ യഹോവേ, ഞാൻ വിശ്വസ്തയോടും ഏകാഗ്ര ഹൃദയത്തോടും കൂടെ തിരുമുമ്പിൽ നടന്ന് നിനക്ക് പ്രസാദമുള്ളത് ചെയ്തിരിക്കുന്നു എന്ന് ഓർക്കണമേ എന്ന് പറഞ്ഞു. അയ്യോ യഹോവേ. പ്രൈസ് ദി ലോർഡ്. ഒരു രാജാവാണ്. ഇന്ന് പകൽക്കാലം അഴിയടഞ്ഞ രാജാവാണെങ്കിലും അയ്യോ എന്ന് വിളിച്ചു പോകും. അടിതെറ്റിയാൽ ആനയും മറിഞ്ഞു പോകും എന്നുള്ളതുപോലെ സ്തോത്ര വിളിക്കത്തില്ലെന്ന് പറയുന്നവരും വിളിച്ചു പോകും, അറിയാതെ വിളിച്ചു പോകും. ഇവിടെ ഒരു രാജാവ് വിളിക്കുന്നു, അയ്യോ എൻ്റെ പിതാവേ, എൻ്റെ ദൈവമേ എന്ന്. ഇവിടെ ഇതാ യെശയ്യാവിൻ്റെ ദൂത് കേട്ട് ഹിസ്കിയാ രാജാവ് ദൈവത്തോട് വിളിക്കുകയാണ്. എന്താ വിളിക്കുന്നത്? അയ്യോ യഹോവേ, ഞാൻ വിശ്വസ്തയോട്. ഒരു രാജാവ് നെഞ്ചി തട്ടി പറയാ, ഞാൻ വിശ്വസ്തനായിട്ട് ജീവിച്ചു എന്ന്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഞാൻ വിശ്വസ്തയോടെ ജീവിച്ചു എന്നാണ്. ആമേൻ, ഹല്ലേലൂയ. ലോകത്തിന് ആവശ്യം പാസ്റ്റർമാരെ അല്ല, ലോകത്തിന് ആവശ്യം പ്രസംഗകരെ അല്ല, ലോകത്തിന് ആവശ്യം സ്തോത്രം ഹല്ലേലൂയ പ്രാർത്ഥിക്കുന്നവരെ അല്ല. ലോകത്തിന് ആവശ്യം എന്ന് പറയുന്നത് വിശ്വസ്തന്മാരെയാണ്. ആമേൻ. ദൈവത്തിന് ആവശ്യം വിശ്വസ്തന്മാരെയാണ്. സഭകൾക്ക് ആവശ്യം വിശ്വസ്തന്മാരെയാണ്. ജനത്തിന് ആവശ്യം വിശ്വസ്തന്മാരെയാണ്. വിശ്വസ്തന്മാർ കുറഞ്ഞുകൊണ്ടിരിക്കുന്നൊരു കാലമാണ്. പ്രാർത്ഥിക്കുന്നവർ കുറഞ്ഞുകൊണ്ടിരിക്കുന്നൊരു കാലമാണ്. ദൈവത്തിലെ പ്രയോജനപ്പെടുന്നവർ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. ഇന്ന് പകൽക്കാലം, ഈ പകൽവേളയിൽ, ഈ ഉച്ചതിരിഞ്ഞ സമയം ഞാൻ വിളിച്ചു പറയാ, ദൈവത്തിന് ആവശ്യം വിശ്വസ്തന്മാരെയാണ്. സഭയ്ക്ക് ആവശ്യം വിശ്വസ്തന്മാരെയാണ്. ലോകത്തിന് ആവശ്യം വിശ്വസ്തന്മാരെയാണ്. വിശ്വസ്ത പുരുഷൻ എന്ന് പറയുന്നത് അവൻ അനുഗ്രഹ സമ്പൂർണനാണ്. അവൻ പോകുന്ന ഭവനം അനുഗ്രഹിക്കപ്പെടും, അവൻ ശുശ്രൂഷിക്കുന്ന സഭകൾ അനുഗ്രഹിക്കപ്പെടും, അവൻ നിൽക്കുന്ന ദേശം അനുഗ്രഹിക്കപ്പെടും. നീ വിശ്വസ്തനാണോ? നീ വിശ്വസ്തയുള്ളവളാണോ? നിന്നെ തേടി ചിലര് വരും കേട്ടോ. ഇന്നോ പകൽ വിശ്വസ്തന്മാർ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന കാലയളവിൽ, വിശ്വസ്തന്മാർ ഇല്ലാതിരിക്കുന്ന കാലഘട്ടത്തിൽ ഒരു വിശ്വസ്തനായി ജീവിക്കാം, ഒരു വിശ്വസ്തതയുള്ളവളായി ജീവിക്കാമെന്ന് ഞാനും നിങ്ങളും തീരുമാനമെടുത്താൽ അത് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരും കേട്ടോ. ഹല്ലേലൂയ. സദൃശ 28:20 നമ്മൾ വായിക്കുമ്പോൾ വിശ്വസ്ത പുരുഷൻ അനുഗ്രഹ സമ്പൂർണനെന്നാണ്. ഹല്ലേലൂയ. അനുഗ്രഹ സമ്പൂർണത നമുക്കുണ്ടാകണമെങ്കിൽ ഒന്ന് നമുക്കുണ്ടായാൽ മതി, വിശ്വസ്തത. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം കുടുംബജീവിതത്തിൽ വിശ്വസ്തത, സഭാതലത്തിൽ വിശ്വസ്തത, ശുശ്രൂഷ മേഖലയിൽ വിശ്വസ്തത, ആത്മീക മണ്ഡലത്തിൽ വിശ്വസ്തത, ജോലി സ്ഥലത്ത് വിശ്വസ്തത, കൂട്ടുബന്ധങ്ങളിൽ വിശ്വസ്തത, കുടുംബ ബന്ധങ്ങളിൽ വിശ്വസ്തത നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ഇന്ന് പകൽ ഞാൻ പറയാം, നിന്നെ തോൽപ്പിക്കാൻ ഉലകത്തിലെ ഒരു ശക്തികൾക്കും കഴിയത്തില്ല. നിന്നെ തോൽപ്പിക്കാൻ ഒരു ബന്ധങ്ങൾക്കും ശക്തികൾക്കും കഴിയത്തില്ല. വിശ്വസ്തനാണോ? വിശ്വസ്തതയുള്ളവളാണോ? നാളുകളിൽ നീ അനുഗ്രഹിക്കപ്പെടും എന്നത് ഉറപ്പായൊരു കാര്യമാണ്. ഹല്ലേലൂയ, ആമേൻ. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 14-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ വേണ്ടി ലവോദിക്ക സഭയുടെ ദൂതൻ എഴുതുക, വിശ്വസ്തനും സത്യവാനുമായ ദൈവം. ഹല്ലേലൂയ. വിശ്വസ്തനും സത്യവാനുമായ ദൈവം എന്നാണ്. ഹല്ലേലൂയ. അവൻ നമ്മുടെ ദൈവം വിശ്വസ്തനാണ്, അവൻ സത്യവാനാണ്. നമ്മുടെ ദൈവം വിശ്വസ്തനാണ്, സത്യവാനാണ്. ഇത് രണ്ടും നമ്മുടെ ദൈവത്തിൻ്റെ അടിസ്ഥാനമാണ്. ഹല്ലേലൂയ. വിശ്വസ്തത ഭൂമിയിൽ നിന്ന് മുളയ്ക്കുകയാണ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നമ്മുടെ ജീവിതത്തിൽ വിശ്വസ്തതയോടുകൂടെ ജീവിക്കാൻ നമ്മൾ തീരുമാനമെടുക്കുമ്പോൾ നമ്മുടെ ജീവിതം പച്ച പിടിക്കാൻ തുടങ്ങും. ഹല്ലേലൂയ. കൊരിന്ത്യലേഖനം 10-ാം അധ്യായം 13-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ വേണ്ടി കഴിയുന്ന ദൈവം വിശ്വസ്തൻ.
ദൈവം വിശ്വസ്തൻ. ഹല്ലേലൂയ. അല്ലേ? ദൈവം വിശ്വസ്തൻ. നമ്മുടെ ദൈവം വിശ്വസ്തനാണ് കേട്ടോ. നിന്നെ വഴിയിലിട്ടേച്ചു പോകത്തില്ലെന്നും നരച്ചാലും നിന്നെ ചുമക്കാമെന്നും നിന്നെ അമ്മ ആശ്വസിപ്പിക്കുന്നത് പോലെ ആശ്വസിപ്പിക്കാമെന്ന് ആമേൻ പറഞ്ഞതുപോലെ സ്വർഗത്തിലെ ദൈവം നമ്മളെ ആശ്വസിപ്പിക്കുവാനും അതാത് സമയങ്ങളിൽ ഇറങ്ങി വരുവാനും ദൈവം വിശ്വസ്തനായ ദൈവമാണ്. ദൈവം വിശ്വസ്തൻ. ഇന്ന് പകൽക്കാല ആ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മൾ എത്ര പേര് സ്തോത്രമായിരിക്കുന്നു. ഒരു രാജാവ് പറയാ, അയ്യോ യഹോവേ, ഞാൻ വിശ്വസ്തയോടും ഏകാഗ്ര ഹൃദയത്തോടും കൂടെ തിരുമുമ്പിൽ സ്തോത്ര ഹല്ലേലൂയ ഹല്ലേലൂയ നടന്നു. ഹല്ലേലൂയ. ഒന്ന് വിശ്വസ്തത കാണിച്ചു ജീവിച്ചു, രണ്ട് ഏകാഗ്ര ഹൃദയത്തോടു കൂടെ തിരുമുമ്പിൽ നടന്നു എന്നാണ്. ആമേൻ. 2 ദിനവൃത്താന്തം 16-9 നമ്മൾ വായിക്കുമ്പോൾ, തങ്കൽ ഏകാഗ്രചിത്തരായിരിക്കുന്നവർക്ക് വേണ്ടി തന്നെത്താൻ ബലവാനെന്ന് കാണിപ്പാൻ യഹോവയുടെ കണ്ണ് ഭൂമിയിലൊക്കെയും ഊടാടി സഞ്ചരിക്കുന്നു എന്നാണ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം തങ്കൽ ഏകാഗ്രചിത്തരായിരിക്കുന്നവർക്ക് വേണ്ടി തന്നെത്താൻ ബലവാനെന്ന് കാണിപ്പാൻ യഹോവയുടെ കണ്ണ്. ഏകാഗ്രതയോടുകൂടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന, ദൈവസന്നിധിയിൽ ഇരിക്കുന്ന തൻ്റെ മക്കൾക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ സ്വർഗത്തിലെ കർത്താവ് മതിയായവനാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നമ്മളിവിടെ വന്നിരിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, പ്രസംഗം കേൾക്കുന്നു, ഒക്കെ ശരിയാ. പക്ഷേ ജീവിതത്തിൽ ചില വിഷയങ്ങൾ നമ്മൾക്ക് അലട്ടിക്കൊണ്ടിരിക്കുക. നാളെ എന്ത് ചെയ്യും, അടുത്ത നിമിഷം എന്തായിത്തീരും, അടുത്ത സമയം എന്തായിത്തീരും എന്നൊക്കെ ചിന്തിച്ച് നമ്മൾ ഭാരപ്പെട്ടുകൊണ്ട് ഇതിനകത്തിരിക്കുന്നവരുണ്ട്. ഹല്ലേലൂയ. ഈ മാസം ഞാൻ എങ്ങനെ കഴിച്ചു കൂട്ടും, ഈ മാസത്തെ കാര്യങ്ങൾ എങ്ങനെയൊക്കെ ഒപ്പിച്ചെടുക്കും, കുഞ്ഞിൻ്റെ കാര്യം എങ്ങനെ, കുടുംബത്തിൻ്റെ കാര്യം എങ്ങനെ, മറ്റ് കാര്യങ്ങൾ എങ്ങനെ, ചുട്ടി കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും എന്നൊക്കെ ചിന്തിച്ച് ഭാവിയെക്കുറിച്ച് തലമുറകളുടെ ഭാവിയെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്നു. ഇപ്പോൾ പരീക്ഷയുടെ കാലമാണല്ലോ. പ്രൈസ് ദി ലോർഡ്. നമ്മൾ അമ്മമാരൊക്കെ ഭയങ്കര ടെൻഷനിലാണ്. എൻ്റെ കൊച്ചിൻ്റെ കാര്യം, എൻ്റെ കുഞ്ഞിൻ്റെ കാര്യം, അവൻ്റെ കാര്യം. നമ്മൾ ഭയങ്കര ടെൻഷനാണ്. മാസങ്ങൾ കൊണ്ടേ നമ്മൾ ടെൻഷനാണ്. പക്ഷേ പരീക്ഷ എഴുതുന്ന കുഞ്ഞുങ്ങൾക്ക് ഒരു ടെൻഷനും ഇല്ല. അവർ സുഖമായി ഉറങ്ങുന്നു, സുഖമായി കളിക്കുന്നു, സുഖമായി കഴിക്കുന്നു, സുഖമായി നടക്കുന്നു. പക്ഷേ പരീക്ഷ എഴുതാത്ത അപ്പനും അമ്മയ്ക്കും മാസങ്ങൾ കൊണ്ട് ടെൻഷനാ. ഹല്ലേലൂയ. ഉറക്കമില്ല, സമാധാനമില്ല. ഇവൻ്റെ ഭാഗ്യം, ഇവളുടെ കാര്യം എന്തായി തീരുമെന്ന് പറഞ്ഞ് കേരളത്തിലെ അപ്പനും അമ്മമാർക്കും മാസങ്ങൾ കൊണ്ട് ഉറക്കമില്ല. മാസങ്ങൾ കൊണ്ട് അപ്പന്മാർക്കും അമ്മമാർക്കും ഉറക്കമില്ല. പക്ഷെ പരീക്ഷ എഴുതുന്ന കുഞ്ഞുങ്ങൾക്ക് ഒരു ടെൻഷനും ഇല്ല. നെവർ മൈൻഡ്. അവർ വളരെ ഹാപ്പിയാണ്. ആമേൻ. സ്തോത്രം. ഇന്ന് പകൽക്കാലം നമ്മൾ ഭാരപ്പെടി എവിടെ ഇരുന്നോ പ്രാർത്ഥിക്കുമ്പോഴും സർവശക്തനായ ദൈവം കുഞ്ഞിനെ നടത്തും, അവൻ്റെ ബുദ്ധിയെ വർദ്ധിപ്പിക്കും, അവനെ ബലപ്പെടുത്തും, അവനെ നല്ല വിജയത്തിൽ കൊണ്ടുവരും. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ എന്നൊക്കെ വചനമൊക്കെ നമ്മൾ ഉരുവിട്ട് പ്രസംഗമൊക്കെ കേൾക്കുന്നുണ്ടെങ്കിലും നമുക്ക് ഭയങ്കര ടെൻഷനാണ്, നമ്മൾ ഭയങ്കര പ്രയാസത്തിലാണ്, നമ്മുടെ ചിന്ത വചനത്തിൽ നിൽക്കുന്നില്ല. ഹല്ലേലൂയ. എന്നാൽ ഇവിടെ ഹിസ്കിയാവ് പറയുന്നു, ഞാൻ ഏകാഗ്ര ഹൃദയത്തോടെ അല്പസമയം പ്രാർത്ഥിക്കാനിരുന്നാലും, അല്പസമയം വചനം കേൾക്കാനിരുന്നാലും, അല്പം ഞാൻ ദൈവസന്നിധിയിൽ നിന്നാലും, അല്പം ആരാധനയ്ക്ക് പോയാലും, ഈ പ്രസംഗം കേൾക്കാനിരുന്നാലും ഞാൻ ഏകാഗ്ര ഹൃദയത്തോടെ. ഇന്ന് പകൽ എത്ര പേർക്ക്? എനിക്ക് പറയാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഇല്ല. നമ്മൾ ഈ ലോകത്തിലായതുകൊണ്ട് നമ്മുടെ ചിന്തകളെല്ലാം മാറിപ്പോകും. ഹല്ലേലൂയ. എന്നാൽ വചനം പറയുന്നത് എന്തുവാ? ഉയരത്തിലുള്ളത് ചിന്തിപ്പീൻ. കൊലോസ്യ ലേഖനം 3-1 നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ വേണ്ടി കഴിയുന്നിടത്തെങ്കിലും ഒന്ന് വായിച്ചേ. കൊലോസ്യ ലേഖനം 3-1 ഒന്ന് വായിച്ചു നോക്കിയേ. ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ ക്രിസ്തു ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്ന ഇടമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പീൻ. അല്ലേ? ഭൂമിയിലുള്ളതല്ല, ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പീൻ. ഉയരത്തിലുള്ളത്
നിങ്ങൾ ചിന്തിപ്പീൻ എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മളെ വ്യക്തമായിട്ട് ഹല്ലേലൂയ. ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം 8-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ, ഒടുവിൽ സഹോദരന്മാരെ, സത്യമായതൊക്കെയും ഘനമായതൊക്കെയും നീതിയായതൊക്കെയും നിർമ്മലമായതൊക്കെയും രമ്യമായതൊക്കെയും സൽകീർത്തിയായതൊക്കെയും സൽഗുണമോ പുകഴ്ചയോ അതൊക്കെയും ചിന്തിച്ചു കൊള്ളുവീൻ. നമ്മൾ ചിന്തിക്കേണ്ടത് ഹല്ലേലൂയ, നമ്മൾ ചിന്തിക്കേണ്ട ഈ ഭൂമിയിലുള്ളതല്ല, നമ്മൾ ചിന്തിക്കേണ്ട ഇവിടുത്തെ പ്രശ്നങ്ങളല്ല, നമ്മൾ ചിന്തിക്കേണ്ട ഇവിടുത്തെ ബുദ്ധിമുട്ടുകളല്ല, നമ്മൾ ചിന്തിക്കേണ്ട നാളത്തെ വിഷയങ്ങളല്ല, നമ്മൾ ചിന്തിക്കേണ്ടത് ഉയരത്തിലെ. കൊലോസ്യ ലേഖനം പറയുന്നു, ഉയരത്തിലുള്ളത് ചിന്തിപ്പി. എന്താ നമ്മൾ ചിന്തിക്കേണ്ടത്? ഫിലിപ്പിയ ലേഖനം വ്യക്തമായി പറയുന്നു 4:8. ആമേൻ, സ്തോത്രം. ഒടുവിൽ സഹോദരന്മാരെ, സത്യമായത്, ഘനമായത്, നീതിയായത്, നിർമ്മലമായത്, രമ്യമായത്, സൽകീർത്തിയായത്, സൽഗുണമായത്, പുകഴ്ചയായത് ചിന്തിച്ചു കൊള്ളുവീ. ഇന്ന് പകൽക്കാലം എത്ര പേര് ചിന്തിക്കും അങ്ങനെ? ഹല്ലേലൂയ. നമ്മള് നിസാരമായ ചെറിയ കാര്യങ്ങൾ ചിന്തിച്ച് നമ്മുടെ ഉറക്കങ്ങളെ, അതിൽ നിന്ന് നമുക്ക് സമയമില്ലെന്ന് പറഞ്ഞ് സത്യമായത് ചിന്തിക്കുക, രമ്യമായത് ചിന്തിക്കുക, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, സൽകീർത്തിയായത് ചിന്തിക്കുക, പുകഴ്ചയായത് ചിന്തിക്കുക, നീതിയായത് ചിന്തിക്കുക. അങ്ങനെ ചിന്തിച്ചു തുടങ്ങുമ്പോൾ നമ്മൾ ഉത്തമന്മാരാകും. ആമേൻ. വചനം പറയുന്നു, ഉത്തമനോ ഉത്തമ കാര്യങ്ങളെ ചിന്തിക്കുന്നു, ആ ഉത്തമ കാര്യങ്ങളിൽ ഉറ്റിരിക്കുന്നു. ഇന്നു പകൽ രമ്യമായത് നമ്മൾ ചിന്തിച്ചു തുടങ്ങുമ്പോൾ, സത്യമായത് നമ്മൾ ചിന്തിച്ചു തുടങ്ങുമ്പോൾ, നീതിയായത് നമ്മൾ ചിന്തിച്ചു തുടങ്ങുമ്പോൾ, ഘനമായത് നമ്മൾ ചിന്തിച്ചു തുടങ്ങുമ്പോൾ, പുകഴ്ചയായത് നമ്മൾ ചിന്തിച്ചു തുടങ്ങുമ്പോൾ നമുക്കൊന്ന് സന്തോഷമുണ്ടാകും, നമുക്കൊന്ന് സമാധാനമുണ്ടാകും, നമുക്കൊന്ന് നമ്മൾ ലോകത്തിൽ നിന്ന് വ്യത്യസ്തരാകും. ഇന്നോ പകൽക്കാലം അടുത്തവളെ എങ്ങനെ തകർക്കാം, അടുത്തവനെ എങ്ങനെ തകർക്കാം, അടുത്ത വ്യക്തികളെ എങ്ങനെ തകർക്കാമെന്ന്, അടുത്തത് എങ്ങനെ തകർക്കാമെന്ന് നമ്മൾ ചിന്തിച്ച് നമ്മൾ വ്യാകുലപ്പെടുമ്പോൾ നമ്മുടെ സമാധാനം നഷ്ടപ്പെടും, നമ്മുടെ സന്തോഷം നഷ്ടപ്പെടും, നമ്മുടെ പ്രത്യാശ നഷ്ടപ്പെടും, നമ്മുടെ പ്രതീക്ഷകൾ നഷ്ടപ്പെടും, നമ്മുടെ ജീവിതത്തിന് ദുഃഖം വരും, വേദന വരും, നിരാശ വരും. എന്നാൽ ഇന്നോ പകൽക്കാലം അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞതുപോലെ സത്യമായത്, ഘനമായത്, രമ്യമായത്, നീതിയായത് ഇന്ന് പകൽ ചിന്തിച്ച് നമ്മൾ തുടങ്ങുമ്പോൾ, ഇന്ന് പകൽക്കാലം ഈ ലോകത്തിലെ നിസാര കാര്യങ്ങളെ ചിന്തിച്ച് സമയം കളയാൻ പോകരുത്. ഹല്ലേലൂയ. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞെന്ന് പറഞ്ഞ് നമ്മൾ അതും ചിന്തിച്ച് ഭാരപ്പെട്ടുകൊണ്ടിരിക്കരുത്. അത് 10 പേരെ വിളിച്ചു, ഫോൺ പറഞ്ഞ്, അത് പറഞ്ഞ് അതിൽ പ്രയാസപ്പെട്ട് അവർ പറഞ്ഞ് കളഞ്ഞ് അവരടുത്ത ജോലിയിലേക്ക് പോയി. നമ്മളിതാ 1 മാസം വരെ ഡിമ്മായി. ഹല്ലേലൂയ. ഇവിടെ പറയുന്നവർ പറയട്ടെ, അപവാദങ്ങൾ പറയുന്നവർ പറയട്ടെ, അപമാനങ്ങൾ പറയുന്നവർ പറയട്ടെ, ഇല്ലാ കഥകൾ പറയുന്നവർ പറയട്ടെ, എന്തും പറയട്ടെ. ഇന്നോ പകൽക്കാലം നീ ചിന്തിക്കേണ്ടത് രമ്യമായത്, നീ ചിന്തിക്കേണ്ടത് സത്യമായത്, നീ ചിന്തിക്കേണ്ടത് നീതിയായത്. അങ്ങനെ ചിന്തിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാകും. ഹല്ലേലൂയ. എൻ്റെ വീട്ടിൽ മാക്സിമം അധികം ആരെയും കുറ്റം പറയാറില്ല, നമ്മൾ വേണ്ടാത്ത ചിന്തിക്കാനും പോകാറില്ല. നമുക്ക് കിട്ടുന്ന സമയം പ്രാർത്ഥിച്ചും ബൈബിൾ വായിച്ചും പോകും. അതുകൊണ്ട് ഐ ആം ഹാപ്പി. നമ്മുടെ വീട് സന്തോഷം. ഹല്ലേലൂയ. അല്ലേ? ഇന്നു പകൽക്കാലം ഇവിടെ ഇരിക്കുന്ന ആ ദൈവമക്കളോടും ഞാനതാ ഓർമ്മിപ്പിക്കുന്നത്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ആയിരിക്കട്ടെ. ഉയരത്തിലുള്ളത് ചിന്തിപ്പീൻ. പ്രൈസ് ദി ലോർഡ്. ഏകാഗ്രഹൃദയത്തോടുകൂടെ രാജാവ്, മൂന്നാമതായി രാജാവ് ചെയ്തത് എന്തുവാണ്? മൂന്നാമത്തെ കാര്യം, അയ്യോ യഹോവേ, ഞാൻ വിശ്വസ്തയോടും ഏകാഗ്രഹൃദയത്തോടും കൂടെ തിരുമുമ്പിൽ നടന്ന് നിനക്ക് പ്രസാദമുള്ളത്. ഒരു രാജാവ് പറയാൻ, ഞാൻ നിനക്ക് അനിഷ്ടമായുള്ളതൊന്നും ചെയ്തില്ല, നിനക്കിഷ്ടമല്ലാത്തതൊന്നും ചെയ്തില്ല. ഇന്ന് പകൽക്കാലം ഞാൻ നിനക്ക് പ്രസാദമുള്ളത് ചെയ്തത് ഓർക്കണമേ. 25-ാമത്തെ വയസ്സിൽ ഹിസ്കിയാവ് രാജാവായി 29 സംവത്സരം വാണു, 29 വർഷം ഭരണം നടത്തി. ഹിസ്കിയാവ് മരിക്കേണ്ട സമയത്ത്, മരിക്കാറായ സമയത്ത് ദൈവസന്നിധി പറയാൻ, ഞാൻ വിശ്വസ്തയോടെ ഭരണം നടത്തി, ഞാൻ വിശ്വസ്തയോടെ ജീവിച്ചു, ഞാൻ പ്രസാദമുള്ളത് ചെയ്തു, ഞാൻ പ്രസാദമുള്ളത് ചെയ്തു. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നമുക്കൊരു പ്രശ്നം വരുമ്പോൾ ദൈവത്തിൻ്റെ സന്നിധി പറയാൻ എന്താ ഉള്ളത്? ചിലരൊക്കെ പറയും, ഒരു രോഗം വരുമ്പോൾ, പ്രശ്നം വരുമ്പോൾ മരിക്കുമെന്ന് ഡോക്ടർ വിധി എഴുതുമ്പോൾ കൊണ്ടുപോക്കോ, ഇനി ആയുസില്ല, തീരാൻ പോവുക, ഇഷ്ടമുള്ളതൊക്കെ കഴിക്കാൻ കൊടുത്തോ, കാണേണ്ടവരൊക്കെ വിളിച്ച് കാണിച്ചോ,
ഇനി ഇവിടെ കിടത്തിയിരിക്കണ്ട എന്ന് പറഞ്ഞ് വീട്ടിൽ വിടുമ്പോൾ ആ കട്ടിലിൽ കിടന്നുകൊണ്ടൊരു തീരുമാനം എടുക്കും, കർത്താവ് ഇനി ഒരായുസ് തന്നാൽ ഞാൻ നിനക്ക് വേണ്ടി ജീവിക്കാം. ഇനി ഒരായുസ് ഏകദേശം തീരാറായി, പാസ്പോർട്ടിൻ്റെ എക്സ്പയറി ഡേറ്റ് ആയാറായപ്പോൾ ഒരു നല്ലൊരായുസ് കിട്ടിയിട്ട് ജീവിച്ചില്ല, നല്ല സമയം കിട്ടിയിട്ട് ജീവിച്ചില്ല, നല്ല പ്രായത്ത് യേശുവിനെ അറിയാൻ ഭാഗ്യം കിട്ടിയിട്ട് ജീവിച്ചില്ല. സ്തോത്രം, നല്ല സമയത്ത് എല്ലാം ഒത്തു വന്നിട്ട് ജീവിച്ചില്ല. അവസാനം മരിക്കുമെന്ന് ഉറപ്പായി ഡോക്ടർ കൈവിട്ടപ്പോൾ, ബന്ധുക്കൾ കൈവിട്ടപ്പോൾ, നാട്ടുകാർ കൈവിട്ടപ്പോൾ, വീട്ടുകാർ കൈവിട്ടപ്പോൾ ദൈവത്തെ പറ്റിക്കുവാൻ ദൈവസന്നിധി ഒരു തീരുമാനമെടുക്കുന്നു. ദൈവത്തോട് പറയുന്നു, ഇനി ഒരായുസ് തന്നാൽ ഞാൻ ജീവിക്കാം. ഇന്ന് പകൽക്കാലം നമ്മുടെ ഉടായ്പകളെല്ലാം ദൈവത്തിന് നന്നായിട്ട് അറിയാം. നമ്മുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ ദൈവം ഗ്രഹിക്കുന്നുണ്ട്. അത് വായിൽ നിന്നാണോ ഹൃദയത്തിൽ നിന്നാണോ ദൈവം വിവേചിക്കുന്നുണ്ട്. ഇന്ന് പകൽ നമ്മുടെ ദൈവം ഹൃദയങ്ങളെ തൂക്കി നോക്കുന്ന ദൈവമാണ്. അവൻ അന്തര ഇന്ദ്രിയങ്ങളെ ശോധന ചെയ്യുന്ന ദൈവമാണ്. ഹൃദയത്തിലെ ചിന്തകളെ അറിയുന്ന ദൈവമാണ്. നിരൂപണങ്ങളെ അറിയുന്ന ദൈവമാണ്. ഇന്ന് പകൽക്കാല ഈ പ്രശ്നത്തിൽ നിന്നൊരു രക്ഷപ്പെടാനാണ് ഈ തീരുമാനമെടുത്തതെങ്കിൽ, ഈ പ്രശ്നത്തിൽ നിന്നൊരു വിടുവിക്കപ്പെടാനാണ് ഇങ്ങനെ പറഞ്ഞതെങ്കിൽ, ദൈവം അത് കാണുന്നുണ്ട്. ഇന്ന് പകൽ പാസ്റ്റർ കാണാനോ കൂടെ ഉള്ളവർ കാണാനോ ആണെങ്കിൽ സ്തോത്രം, ചിലപ്പോൾ നമുക്ക് തെറ്റിപ്പോയി. ജീവിതത്തിൽ യഥാർത്ഥ തീരുമാനമെടുക്കുന്നവരെ ദൈവം ഒരിക്കലും കൈവിടത്തില്ല. ഡോക്ടർ കൈവിട്ടാലും ദൈവം കൈവിടത്തില്ല, ബന്ധുക്കൾ കൈവിട്ടാലും ദൈവം കൈവിടത്തില്ല, പള്ളിക്കാർ കൈവിട്ടാലും ദൈവം കൈവിടത്തില്ല. ഒരു കാര്യം ഞാൻ പറയാം, ഒരു പക്ഷേ കൂടെ ഉള്ളവർ കൈവിടും, കുടുംബക്കാർ കൈവിടും, പള്ളിക്കാർ കൈവിടും, നാട്ടുകാർ കൈവിടും, ഡോക്ടർ കൈവിടും, സകലരും കൈവിടും, പക്ഷേ ദൈവം കൈവിടത്തില്ല. അവസാന നിമിഷം നീ മരിച്ചു പോകുമെന്ന് ലോകം വിധി എഴുതിയാലോ, ഡോക്ടർ വിധി എഴുതിയാലും, ബന്ധുക്കൾ വിധി എഴുതിയാലോ, കുടുംബക്കാർ വിധി എഴുതിയാലോ, അവസാന നിമിഷം ദൈവത്തിൻ്റെ സന്നിധിയിൽ, അയ്യോ യഹോവേ, ഞാൻ നിനക്ക് വേണ്ടി ജീവിക്കാം, ഞാൻ നിനക്ക് വേണ്ടി പ്രവർത്തിക്കാം, ഞാൻ നിനക്ക് വേണ്ടി നിൽക്കാമെന്ന് നിറഞ്ഞ മനസ്സോടെ, തകർന്ന ഹൃദയത്തോടെ ദൈവസന്നിധി നീ പറഞ്ഞാൽ ആ കർത്താവ് നിന്നെ കൈവിടത്തില്ല. നിന്റെ നല്ല മനസ്സ് കണ്ട്, നിന്റെ നല്ല തീരുമാനം കണ്ട് ഇന്ന് പകൽക്കാലം പ്രവർത്തിക്കുന്ന ദൈവമാണ്. ഇന്ന് പകൽക്കാല തീരുമാനത്തിൻ്റെ മുമ്പിൽ ഉറച്ചു നിൽക്കാൻ, ഉറ്റു നിൽക്കാൻ തയ്യാറാണെങ്കിൽ ഇന്ന് പകൽക്കാലം സ്വർഗം തുറന്നിറങ്ങി വന്ന് നിന്റെ പ്രാർത്ഥന മുറിയിൽ ഇറങ്ങി വന്ന്, ഡോക്ടർ കൈവിട്ട ഇടോ, ബന്ധുക്കൾ കൈവിട്ട ഇടോ, ഇന്ന് പകൽക്കാലം സ്വർഗം ചേർത്ത് എടുത്ത് ഇന്ന് പകൽ അത്ഭുതം ചെയ്യുവാൻ മതിയായവൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ ഇതാ ഹിസ്കിയാവ് ഒരു നേർച്ച നേരുകയല്ല. ഹിസ്കിയാവ് നേർന്ന് ജീവിതത്തെ ഏൽപ്പിക്കുകയല്ല. ഹിസ്കിയാവ് എന്താ പറയുന്നത്? ഹല്ലേലൂയ. ഓർക്കണമേ, ഇന്ന് പകൽ ഒരു പ്രതികൂലം വരുമ്പോൾ നമ്മൾ വിശ്വസ്തയോടെ ജീവിച്ചാൽ, ഏകാഗ്ര ഹൃദയത്തോടു കൂടെ ജീവിച്ചാൽ, ദൈവത്തിന് പ്രസാദമുള്ളത് ചെയ്ത് ജീവിച്ചാൽ, ഒരു പ്രതികൂലം വരുമ്പോൾ ദൈവസന്നിധി നേർച്ച നേരാൻ പോകണ്ട. ഒരു പ്രതികൂലം വരുമ്പോൾ ഞാൻ 2 ഫാന് മേടിച്ചിടാമെന്നോ, പള്ളിയിൽ 2 പാ മേടിച്ചിടാമെന്നോ, കസാര മേടിച്ചിടാമെന്നോ ഒന്നും പറയാൻ പോകണ്ട. അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യാമെന്ന് പറയാൻ പോകണ്ട. ഹിസ്കിയാവിനെ പോലെ ദൈവസന്നിധി മുട്ടുമടക്കി ദൈവത്തോട്, അയ്യോ യഹോവേ, ഞാൻ വിശ്വസ്തയോടും ഏകാഗ്ര ഹൃദയത്തോടും കൂടെ തിരുമുമ്പിൽ നടന്ന് നിനക്ക് പ്രസാദമുള്ളത് ചെയ്തത് നീ ഒന്ന് ഓർത്താൽ മതി. വിടുതലിന് വേണ്ടി ഹിസ്കിയാവ് പ്രാർത്ഥിച്ചില്ല, സൗഖ്യത്തിന് വേണ്ടി ഹിസ്കിയാവ് പ്രാർത്ഥിച്ചില്ല, അത്ഭുതം നടക്കാൻ ഹിസ്കിയാവ് പ്രാർത്ഥിച്ചില്ല. ഹല്ലേലൂയ. ഹിസ്കിയാവ് ദൈവസന്നിധിയെ കണ്ണുകളോട് നിറഞ്ഞ് ഒന്ന് ഓർമ്മപ്പെടുത്തിയതേ ഉള്ളൂ. ഇന്ന് പകൽ യഹോവയെ ഓർമ്മപ്പെടുത്തുന്നവരെ അടങ്ങിയിരിക്കരുതെന്ന വചനം പറയുന്നത്. ഇന്ന് പകൽ ദൈവത്തിന് ഓർമ്മക്കുറവുള്ളത് കൊണ്ടല്ല, എങ്കിലും നമ്മുടെ വായിൽ നിന്ന് ഒന്ന് കർത്താവ് കേൾക്കുന്നത് കർത്താവിന് ഇഷ്ടമാണ്. ആ രാജാവ് ദൈവസന്നിധിയിൽ മുട്ടുമടക്കി കണ്ണുനീരൊഴുക്കി മുഖം ചുവരിന് നേരെ തിരിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഹിസ്കിയാവിൻ്റെ പ്രാർത്ഥന സ്വർഗം കേട്ടു. ഹല്ലേലൂയ. ഹിസ്കിയാവ് ആയുസ് നീട്ടിക്കിട്ടാൻ പ്രാർത്ഥിച്ചില്ല, ഹിസ്കിയാവ് ആരോഗ്യം നീട്ടിക്കിട്ടാൻ പ്രാർത്ഥിച്ചില്ല. പക്ഷെ കണ്ണുനീരിൻ്റെ പുറകിലെ വിഷയം തമ്പുരാൻ അറിയും. നിൻ്റെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീർ പൊടിഞ്ഞ് വീഴുമ്പോൾ
ആ വേദന എന്ത് വിഷയത്തോടുള്ള ബന്ധത്തിലെന്ന് ചിലപ്പോൾ വീട്ടിലുള്ളവരറിയത്തില്ല, ഭർത്താവ് അറിയത്തില്ല, ഭാര്യ അറിയത്തില്ല, മക്കൾ അറിയത്തില്ല, പാസ്റ്റർ അറിയത്തില്ല, വിശ്വാസികൾ അറിയത്തില്ല. നിൻ്റെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീര് പൊടിഞ്ഞ് വീഴുമ്പോൾ എന്തിനാ കരഞ്ഞതെന്ന് ചോദിക്കാൻ ഇവിടെ ചിലപ്പോൾ ആരും കാണത്തില്ല. എന്തിനാ നീ കരയുന്നതെന്ന് ചോദിക്കാൻ ഇവിടെ ആരും കാണത്തില്ല. നീ കരഞ്ഞതിൻ്റെ കാരണം അന്വേഷിപ്പാൻ ഇവിടെ ആരും കാണത്തില്ല. നീ കരയുന്നത് എന്തെന്ന് ചോദിക്കാൻ ഇവിടെ കാണത്തില്ല. പക്ഷെ ആ തുള്ളി കണ്ണുനീർ പൊടിഞ്ഞടന്ന് നിലത്ത് വീഴുന്നതിന് മുമ്പേ ആ കണ്ണുനീരിൻ്റെ കാരണം എന്തെന്ന് അളന്ന് തൂക്കി മനസ്സിലാക്കുന്ന ഒരു ദൈവമുണ്ട്. അത് മനസ്സിലാക്കുക മാത്രമല്ല, ആ കണ്ണുനീരിൻ്റെ നടുവിൽ ഇറങ്ങി വന്ന് ആ കണ്ണുനീരിന് മറുപടി തന്ന് ആ കണ്ണുനീരിനെ പരിഹരിച്ച്, ഇനി നീ കരയണ്ട സ്ത്രീയെ, നീ എന്തിനാ കരയുന്നതെന്ന് ചോദിച്ച് ഇനി നീ കരയണ്ടെന്ന് പറഞ്ഞ് ആ കണ്ണുനീർ തുടയ്ക്കുന്ന ഒരു ഉലകത്തിലെ ദൈവമുണ്ട്. നമ്മുടെ പ്രാണനാഥനായ യേശു കർത്താവാണ്. ഇന്ന് പകൽ നിന്റെ കണ്ണു നിറഞ്ഞൊഴുകുന്നത് ഒരുപക്ഷെ വീട്ടിലുള്ളവർ കാണുന്നില്ലായിരിക്കാം. നിന്റെ കണ്ണു നിറഞ്ഞൊഴുകുന്നത് കാണേണ്ടവർ ഒരുപക്ഷെ കാണുന്നില്ലായിരിക്കാം. ആമേ, കണ്ണ് നിറഞ്ഞൊഴുകുന്നത് ഒരുപക്ഷെ ആരും കാണുന്നില്ലായിരിക്കാം. പക്ഷെ ആ കണ്ണുനീരിന്റെ കാരണോ തിരിച്ചറിഞ്ഞ്, കണ്ണുനീരിന്റെ കാരണോ നന്നായി അറിഞ്ഞ് ഇന്ന് പകൽ പ്രവർത്തിക്കുന്നൊരു ദൈവമുണ്ട്. ഹല്ലേലൂയ. ഒരു നിമിഷം നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാമോ? ഹിസ്കിയാവ് മുഖം ചുവരിന് നേരെ തിരിച്ച് ആമേ സ്തോത്രം കരഞ്ഞപ്പോൾ ആ കണ്ണുനീരെന്തിനാണെന്ന് ഒരുപക്ഷേ കൊട്ടാരത്തിലെ വൈദ്യന്മാർക്ക് അറിയത്തില്ല, കൊട്ടാരത്തിലെ ആർക്കും അറിയത്തില്ല. പക്ഷെ അവൻ്റെ പ്രാണനാഥന് മനസ്സിലായി എൻ്റെ കുഞ്ഞ് കരഞ്ഞത് എന്തിനാണെന്ന്. ആമേ, ഒരു പക്ഷേ ഭാര്യയ്ക്ക് മനസ്സിലായില്ല എന്തിനാ കരഞ്ഞതെന്ന്, ഒരുപക്ഷെ ഭർത്താവിന് മനസ്സിലായില്ല എന്തിനാ കരഞ്ഞതെന്ന്. ഇന്ന് പകൽക്കാല ഹിസ്കിയാവ് മുഖം ചുവരിന് നേരെ തിരിച്ച് കരഞ്ഞപ്പോ കൊട്ടാരത്തിൽ ആർക്കും മനസ്സിലായില്ല. കാരണം അവൻ ഒന്നും പറഞ്ഞില്ല. ആമേ സ്തോത്രം, ഒരാവശ്യവും ഉന്നയിച്ചില്ല. ഇന്ന് പകൽ ജീവിച്ചതോ, ദൈവത്തിന് വേണ്ടി നിന്നതോ, ദൈവത്തിന് വേണ്ടി പ്രവർത്തിച്ചതോ ആമേ നാട്ടിലെ ആർക്കും അറിയത്തില്ല. പക്ഷെ തമ്പുരാൻ അത് അറിയാ. തമ്പുരാന്റെ മുമ്പിൽ അത് ഓർമ്മിപ്പിച്ച് ദൈവസന്നിധി നന്ദി പറഞ്ഞപ്പോ ആ കണ്ണുനീരിന്റെ പുറകിലെ വേദന തിരിച്ചറിഞ്ഞ സ്വർഗത്തിലെ ദൈവം യെശയ്യാവിനോട് ദൂത് പറയുകയാ. മരിച്ചു പോകുമെന്ന് പറഞ്ഞ് ദൂത് പറഞ്ഞ് തിരിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ, കൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങിപ്പോയ യെശയ്യാവിന് അടുത്ത ദൂത്. ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. നമ്മുടെ ദൈവം ഇരിക്കുന്നത് അപ്പുറത്തെ ജില്ലയിലല്ല, അപ്പുറത്തെ രാജ്യത്തില്ല. അടുത്ത രാജ്യത്തിൽ പോകണമെങ്കിൽ 4.5 മണിക്കൂർ എടുക്കും. ഇവിടുന്ന് അടുത്ത രാജ്യത്തിൽ ദുബായിലോ കുവൈറ്റിലോ ഒക്കെ പോകണമെങ്കിൽ 4.5 മണിക്കൂർ എടുക്കും. സ്വർഗത്തിലെ ദൈവം കുവൈറ്റിലോ ദുബായിലോ അല്ല ഇരിക്കുന്നത്. കർത്താവ് ഇരിക്കുന്നത് സ്വർഗത്തിലാണ്. അപ്പോൾ തന്നെ സ്വർഗത്തിലെ ദൈവം നമ്മളോട് കൂടെ ഉണ്ട്. ഒരുവൻ്റെ പ്രാർത്ഥന, കണ്ണുനീര് നിറഞ്ഞ പ്രാർത്ഥന സ്വർഗത്തിലെത്താൻ ആഴ്ചകളും മാസങ്ങളും വർഷങ്ങളും വേണ്ട. ഇന്നു പകൽക്കാലം ആമേ നടുമുറ്റം വിടുന്നതിന് മുമ്പേ ആമേ കരഞ്ഞു പ്രാർത്ഥിച്ചവൻ്റെ കണ്ണുനീര് സ്വർഗ നക്ഷത്രമണ്ഡലങ്ങളെ കയറി, മേഘമണ്ഡലങ്ങളെ കയറി സ്വർഗത്തിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഹിസ്കിയാവിൻ്റെ പ്രാർത്ഥന എത്തി. കേട്ടോ, സ്വർഗത്തിലെ ദൈവത്തിൻ്റെ സന്നിധി ഹിസ്കിയാവിൻ്റെ കണ്ണുനീര് എത്തി. കേട്ടോ, ആമേ, കണ്ണുനീര് കണ്ട സ്വർഗത്തിലെ ദൈവം സഡൻലി ഉടനെ മറുപടിയുമായി യെശയ്യാവിൻ്റെ കൊട്ടാരത്തിൻ്റെ മുറ്റത്തിറങ്ങി. ദൂത് ആര് പറഞ്ഞു? അവൻ്റെ വായിൽ അടുത്ത ദൂത് കൊടുത്ത്, നീ മടങ്ങിപ്പോ, എൻ്റെ ജനത്തിൻ്റെ അധിപതിയോട് നീ ദൂത് പറ, നീ മരിക്കാൻ പോകുന്നില്ലെന്ന്, നിന്റെ ആയുസ് നീട്ടിയെന്ന്, നിന്റെ വിഷയത്തിന് പരിഹാരമുണ്ടായെന്ന്, നിന്റെ പ്രശ്നത്തിന് പരിഹാരം വന്നെന്ന്. നീ പോ, നടുമുറ്റം വിടുന്നതിനു മുമ്പേ ദൂത് പറഞ്ഞവൻ്റെ നാവിൽ അടുത്ത ദൂത് കൊടുത്ത് സ്വർഗ ആമേ കൊട്ടാരത്തിന്റെ അകത്ത് പോയി ആമേ പറഞ്ഞു. കൈമടക്ക് കൊടുത്തല്ല, ആമേ കൈക്കൂലി കൊടുത്തല്ല ദൂത് മാറ്റിയത്. ഇന്നു പകൽക്കാലം പ്രാർത്ഥിച്ച് ദൂത് മാറ്റി. കേട്ടോ, ഇന്നു പകൽക്കാലം നിന്നെ ശപിച്ച, നിന്റെ തലമുറകളെ ശപിച്ച, നിന്റെ കുടുംബത്തെ ശപിച്ച, നിനക്കെതിരായി പ്രവർത്തിച്ച അതേ നാവ് കൊണ്ട് ഇന്നു പകൽക്കാലം നീ ഗതി പിടിക്കത്തില്ലെന്ന്, നീ നന്നാകത്തില്ലെന്ന്, നീ പച്ച പിടിക്കത്തില്ലെന്ന്,
നിന്റെ ജീവിതത്തിലൊരു നന്മയുണ്ടാകത്തില്ലെന്ന്, നിന്റെ ജീവിതത്തിലൊരു നന്മയുണ്ടാകത്തില്ലെന്ന്, നീ ഒരിക്കലും ഗതി പിടിക്കത്തില്ലെന്ന് ആര് നിന്നെ നോക്കി, ആര് നിന്റെ തലമുറയെ നോക്കി പറഞ്ഞു? അവരുടെ നാവ് കൊണ്ട് നാളുകളിൽ നിന്നെ നീ അനുഗ്രഹിക്കപ്പെട്ടവനാണല്ലോ, നീ അനുഗ്രഹിക്കപ്പെട്ടവളാണല്ലോ. നിന്നെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന് അതേ നാവ് കൊണ്ട് പറയിപ്പിക്കുന്ന നാളുകൾ അതീവ വിദൂരമല്ല. ഇന്നോ പകൽക്കാലം ദൈവാത്മാവ് 2025 വരെ നിന്നെ ശാപം പറഞ്ഞ, നിനക്കെതിരായി പ്രവർത്തിച്ച, നിനക്കെതിരായി പ്രസംഗിച്ച, നിനക്കെതിരായി അപവാദ കഥകൾ പറഞ്ഞുണ്ടാക്കിയ, നിനക്കെതിരായി അപമാനങ്ങൾ പറഞ്ഞുണ്ടാക്കിയ, നിനക്കെതിരായി പച്ചക്കള്ളങ്ങൾ പറഞ്ഞുണ്ടാക്കിയ, നിന്നെ കുരിക്കുവാൻ, നിന്നെ തകർക്കുവാൻ പറഞ്ഞു ഉണ്ടാക്കിയ എല്ലാ മേഖലകളിലും ഇന്ന് പകൽ ദൈവത്തിന്റെ സാന്നിധ്യം വെളിപ്പെടുകയാ. ഇന്നോ പകൽക്കാലം സ്തോത്രം, നീ തീർന്നു പോകും. നിന്റെ കാര്യങ്ങളൊക്കെ ക്രമപ്പെടുത്തിക്കോ. നീ ഇനി ശേഷിക്കത്തില്ല, നീ ഇനി ജീവനോടെ ഇരിക്കത്തില്ല. നിന്റെ കഥ തീർന്നു, നിന്റെ കാര്യം തീർന്നു. ഇനി നീ ഭൂമി കാണത്തില്ല, ഇനി നീ അധിക നാൾ വിലസത്തില്ല, ഇനി അധിക നാൾ നീ ഇതിലെ കറങ്ങി നടക്കത്തില്ല. നിന്റെ അവസാനമായി, നിന്റെ ഒടുക്കമായി, നീ തീർന്നെന്ന് പറഞ്ഞ് സന്തോഷിക്കുന്ന ചിലരുടെ അരികിലേക്ക് ദൈവാത്മാവ് ഇറങ്ങുകയാണ്. ഇന്ന് പകൽ ദൈവാത്മാവ് നിനക്ക് തരിക. തീർന്നില്ല, നിന്റെ ശുശ്രൂഷ തീർന്നില്ല, നിന്റെ ആത്മീക മണ്ഡലം തീർന്നില്ല. ഇനിയും നീ സഞ്ചരിക്കേണ്ടതായിട്ടുണ്ട്. ഇനിയും അനേക പേരോട് ദൂത് പറയാനുണ്ട്. എന്റെ ജനത്തെ ഇനിയും നടത്താനുണ്ട്. ഇനിയും ചില നന്മകൾ പ്രാപിക്കാനുണ്ട്. ഇനിയും നീ ഇതുവരെ പോകാത്ത മണ്ഡലങ്ങളിൽ, ഇതുവരെ യാത്ര ചെയ്യാത്ത ഇടങ്ങളിൽ ഇനിയും നിനക്ക് യാത്ര ചെയ്യാനുണ്ട്. ചില കുടുംബങ്ങളുടെ അകത്തേക്ക്, ചില ദേശത്തിലേക്ക്, ചില രാജ്യങ്ങളിലേക്ക് ഇന്നോ പകൽക്കാലം ദൈവാത്മാവ് നിന്നെ ഇനിയും അയക്കാനുണ്ട്. എത്ര പേര് ഇന്നോ പകൽ ആ ദൂത് ഏറ്റെടുക്കുന്ന എനിക്കറിയത്തില്ല. 2026 നിന്നെ കിടത്തി കളയുമെന്ന്, 2026 നിന്നെ ഇനി ശുശ്രൂഷിപ്പിക്കത്തില്ലെന്ന്, 2026 ഇനി നിന്നെ പ്രസംഗിപ്പിക്കത്തില്ലെന്ന്, 2026 നിന്നെ പെട്ടിയിലാക്കുമെന്ന്, 2026 നിന്റെ എല്ലാ കാര്യങ്ങളും അസ്തമിപ്പിക്കുമെന്ന് വെല്ലുവിളിച്ച് വിധി എഴുതിയ ചില മേഖലകളിൽ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ഒരു വഴി തുറക്കുകയാണ്. ഇന്നു പകൽ ദൈവാത്മാവ് വഴി തുറക്കുകയാ. ഇതുവരെ കാണാത്ത ചില മേഖലകളിലേക്ക്, ഇതുവരെ നീ പോകാത്ത ഈ ചില ഇടങ്ങളിലേക്ക്, ഇതുവരെ ശുശ്രൂഷിക്കാത്ത ചില ഹല്ലേലൂയ രാജ്യങ്ങളിൽ ഇന്നു പകൽ ദൈവാത്മാവ് ചില വഴികൾ ഇന്നു പകൽ വെട്ടാൻ പോകുകയാ. ഇന്നു പകൽക്കാലോ ചില തകർന്നിരിക്കുന്ന കുടുംബങ്ങളെ ഇന്നു പകൽ ദൈവാത്മാവ് നിന്നിലൂടെ പണിയാൻ പോകുകയാ. തീർന്നില്ല കേട്ടോ, തീർന്നില്ല കേട്ടോ, തീർന്നില്ല കേട്ടോ. തീർന്നെന്ന് പറഞ്ഞവനെ കൊണ്ട് തീർന്നില്ലെന്ന് പറയിപ്പിക്കുന്ന ദൈവമാ. അവസാനിച്ചെന്ന് പറഞ്ഞവനെ കൊണ്ട് അവസാനിച്ചില്ലെന്ന് പറയിപ്പിക്കുന്ന ദൈവമാ. ഹല്ലേലൂയ. കെട്ടി പൂട്ടിക്കോ, ഇനി ഇവിടെ കണ്ടുപോകരുതെന്ന് പറഞ്ഞവനെ കൊണ്ട് ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ നിന്റെ മുഖത്ത് നോക്കി ശാപവാക്കുകൾ പറഞ്ഞവനെ കൊണ്ട്, നിന്റെ മുഖത്ത് നോക്കി അവസാനിച്ചെന്ന് പറഞ്ഞവനെ കൊണ്ട്, നിന്റെ മുഖത്ത് നോക്കി തീർന്നെന്ന് പറഞ്ഞവനെ കൊണ്ട് ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് തീർന്നില്ലെന്ന് പറയിപ്പിക്കാൻ പോകുകയാ. നിന്റെ മുഖത്ത് നോക്കി ശാപവാക്ക് പറഞ്ഞവനെ കൊണ്ട് അനുഗ്രഹത്തിന്റെ വാക്ക് പറയിപ്പിക്കാൻ പോകുക. നിന്റെ മുഖത്ത് നോക്കി അവസാനിച്ചെന്ന് പറഞ്ഞവനെ കൊണ്ട് അവസാനിപ്പിച്ചില്ല. ഒരു തുടക്കത്തിന് വേണ്ടി കൊതിച്ചോ, ഒന്നിനു വേണ്ടി എഴുന്നേറ്റോ, തുടങ്ങിക്കോ എന്ന് പറയാൻ പോവാ. ഇന്ന് പകൽക്കാലം യെശയ്യാവ് നടുമുറ്റം വിടുന്നതിനു മുമ്പേ കൊട്ടാരത്തിലേക്ക് വന്ന് യെശയ്യാവ് ഹിസ്കിയാവിന്റെ മുഖത്ത് നോക്കി, തീർന്നില്ല കേട്ടോ, അവസാനിച്ചില്ല കേട്ടോ. ഒരു ദൈവപ്രവർത്തിക്ക് വേണ്ടി നീ എഴുന്നേറ്റോ, ഒരു ദൈവപ്രവർത്തിക്ക് വേണ്ടി തുടങ്ങിക്കോ, ഒരു ദൈവപ്രവർത്തിക്ക് വേണ്ടി നീ വിശ്വസ്തയോടെ ജീവിച്ചത് വെറുതെ അല്ല കേട്ടോ, നീ പ്രാർത്ഥിച്ചത് വെറുതെ
അല്ല കേട്ടോ. നീ ഏകാഗ്ര ഹൃദയത്തോടു കൂടെ നിന്നത് വെറുതെ അല്ല കേട്ടോ. നീ ദൈവസന്നിധിയിൽ നിന്നത് വെറുതെ അല്ല കേട്ടോ. ദൈവനാമത്തിന് വേണ്ടി കൊടുത്തത് വെറുതെ അല്ല കേട്ടോ. ദൈവനാമ രാജ്യവ്യാപ്തിക്ക് വേണ്ടി ചെയ്തത് വെറുതെ അല്ല കേട്ടോ. കവലകളിൽ പോയി ദൈവനാമത്തെ ഉയർത്തിയത് വെറുതെ അല്ല കേട്ടോ. ഈ നട്ടുച്ചയ്ക്ക് ഈ പട്ടണത്തിന്റെ മുറ്റമേ വന്ന് ഹല്ലേലൂയ ഇരിക്കുന്നത് വെറുതെ അല്ല കേട്ടോ. ഇന്ന് പകൽ നിന്റെ ചരിത്രമേ അവസ്ഥകൾ മാറാൻ പോകുകയാ. ഇന്ന് പകൽ നിന്റെ ജീവിതത്തിന്റെ സ്ഥിതിഗതികൾ മാറ്റാൻ പോകുകയാ. തീർന്നെന്ന് പറഞ്ഞവരെ കൊണ്ട് ഹല്ലേലൂയ. ആ കണ്ണുകളെ അടയ്ക്കാം നമുക്ക്. ഇന്നും പകൽക്കാലം തീർന്നെന്ന് വിധി എഴുതി ആരെങ്കിലും ഉണ്ടെങ്കിൽ, തീർന്നെന്ന് നിന്റെ ബുദ്ധിമണ്ഡലം നിന്നോട് പറയുന്നുണ്ടെങ്കിൽ, നിന്നെ ബലഹീനപ്പെടുത്തി ഹല്ലേലൂയ തീർന്നെന്ന് എന്തെങ്കിലും പറയുന്നെങ്കിൽ, ഈ 2026 ഈ 2-ാം മാസം ഈ 22-ാം തീയതി ദൈവാത്മാവിൽ ഞാൻ വിളിച്ചു പറയാം, തീർന്നില്ല കേട്ടോ. 2025 നിന്റെ കാര്യങ്ങളെല്ലാം തീർന്നെന്ന് പറഞ്ഞെങ്കിൽ ഇനി എഴുന്നേക്കത്തില്ല. നിന്റെ കുടുംബം ഇനി സന്തോഷിക്കത്തില്ല. നിന്റെ കുടുംബത്തിൽ ഇനി നന്മയുണ്ടാകത്തില്ല. നിന്നെ ഇനി ശക്തരായി നടത്താൻ അനുവദിക്കത്തില്ല. നിന്നെ ദേശത്ത് ഇറക്കത്തില്ല. നിന്നെ ഇനി ആർക്കും ഒരു ഉപയോഗമാക്കി മാറ്റത്തില്ലെന്ന് നിന്റെ മുഖത്ത് നോക്കി ശത്രു ദുഷ്ടൻ വെല്ലുവിളിച്ചെങ്കിൽ, ഇന്ന് പകൽ നിന്റെ ബലഹീനതകൾ അവൻ എടുക്കാൻ പോകുകയാ. നിന്റെ ശരീരത്തിന്റെ മേൽ അധികാരം പറയുന്ന രോഗക്കെടുതിയെ, നിന്റെ ആത്മമണ്ഡലത്തിനെതിരായി വാദിക്കുന്ന ദുഷ്ടാത്മ ശക്തിയെ ഇന്ന് പകൽ ദൈവാത്മാവ് ശാസിക്കാൻ പോകുക. ഒരു പുതു വഴി ഇന്ന് പകൽ തുറക്കാൻ പോകുക. ഇന്ന് പകൽക്കാലം ദൈവാത്മാവിന്റെ കരോ ചലിക്കാൻ ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാമോ? ഹല്ലേലൂയ. എല്ലാ കണ്ണുകളും ഒരു നിമിഷം ദൈവസന്നിധിയിൽ അടച്ച് ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഹിസ്കിയാവ് രാജാവാണ്. ആയുധബലമുണ്ട്, സൈന്യബലമുണ്ട്, കയ്യിൽ കാശുണ്ട്. ദൂതിൻ്റെ മുമ്പിൽ അതിലൊന്നും ആശ്രയിച്ചില്ല. ഹല്ലേലൂയ. പ്രവാചകന്റെ മുമ്പിൽ മുട്ടുമടക്കിയില്ല. പ്രവാചകന്റെ മുമ്പിൽ കണ്ണുനീരൊഴുക്കിയില്ല. അയ്യോ പ്രവാചകനെ എന്ന് വിളിച്ചില്ല. ദൂതിൻ്റെ മുമ്പിൽ ഹിസ്കിയാവ്, ഞാൻ കുറച്ച് കാശ് തരാം, ഞാൻ കുറച്ച് കാര്യങ്ങൾ ക്രമീകരിച്ച് തരാം, ഇതിനൊരു പരിഹാരം ചെയ്ത് തരണം, കാര്യങ്ങളെല്ലാം അവതാളത്തിലാണ്, പ്രശ്നമാണ്, അതുകൊണ്ട് എന്നെ ഒന്ന് രക്ഷിക്കണമെന്ന് പ്രവാചകനായ യെശയ്യാവിൻ്റെ കാല് പിടിച്ചില്ല, കയ്യിൽ കയറി പിടിച്ചില്ല. പകരം പ്രാർത്ഥനാ മുറിയിൽ കയറി. നിന്നെ വേദനിപ്പിക്കുന്ന ഒരു വിഷയത്തിൻ്റെ മുമ്പിൽ, നിന്നെ വേദനിപ്പിച്ചവരുടെ മുമ്പിൽ, നിന്നെ തകർത്ത് കളയാൻ നോക്കിയവരുടെ മുമ്പിൽ, നിന്നെ ശുശ്രൂഷയിൽ നിന്ന്, നിന്നെ ആത്മീക മണ്ഡലത്തിൽ നിന്ന്, നിന്നെ ദൈവകൃപയിൽ നിന്ന് വച്ചേക്കത്തില്ലെന്ന് പറഞ്ഞ് പൈശാചികനും വ്യക്തികളും കൂടെ ഉള്ളവരും സകലരും കൈകോർത്തവരുടെ നടുവിൽ ഇന്ന് പകൽ നീ പ്രതികരിക്കണ്ട, നീ അവരോട് പൊരുതണ്ട, നീ പ്രാർത്ഥന മുറി കയറിയാൽ മതി. എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയാം, സ്വർഗം നിന്റെ പ്രാർത്ഥന മുറിയിൽ ഇറങ്ങും. സ്വർഗം നിനക്ക് വേണ്ടി ഇറങ്ങും. തീർക്കാൻ കരം കോർത്തവരുടെ നടുവിൽ ഒരു ജയശ്രീ ലാളിതനെ പോലെ ദൈവം നിന്നെ നടത്തും. തീർക്കാൻ നോക്കുന്നവർ തീർന്നു പോകുന്നതല്ലാതെ നിന്റെ രോമത്തിൽ തൊടാൻ ഉലകത്തിലെ ഒരു ശക്തികളെ ദൈവം അനുവദിക്കത്തില്ല. ഇന്നു പകൽ ഹിസ്കിയാവിന് പെട്ടിയും റീത്തും എല്ലാം ഓർഡർ ചെയ്ത് അവൻ്റെ മരണത്തെ കാത്തു നിന്നവർക്ക് കാണാൻ കഴിഞ്ഞത് മരണവാർത്തയല്ല, മരണമല്ല, ഒരു ജീവനാണ്, ഒരു ജീവിതമാണ്. ഇന്ന് പകൽ പെട്ടി ഓർഡർ ചെയ്തു, റീത്തുകൾ ഓർഡർ ചെയ്തു, അവിടങ്ങളിൽ കാത്തിരിക്കുന്നു. ഇപ്പം കൊണ്ടുവരും, നാളെ കൊണ്ടുവരും. നാളെ തീരും, അടുത്ത ദിവസം തീരും, ഇനി എഴുന്നേക്കത്തില്ല. അവനൊരു ദുർവ്യാധി പിടിച്ചു, അവൻ കിടപ്പിലായി, ഇനി സൗഖ്യമാകത്തില്ല, മരിച്ചു പോകും, തീർന്നു, അവസാനിച്ചു, കഥ കഴിഞ്ഞു, കാര്യമെല്ലാം ഓക്കെയായി. റീത്തിന് ഓർഡർ ചെയ്തു, പെട്ടിക്ക് ഓർഡർ ചെയ്തു, കുഴിവെട്ടാൻ ആളിനെ വിളിച്ചു, എല്ലാം ശരിയാക്കി. പക്ഷേ ഹിസ്കിയാവ് പ്രാർത്ഥന മുറി കയറി, ആരോടും ഒന്നും പറഞ്ഞില്ല.
ഭാര്യയോട് അന്ത്യവാചകം ചൊല്ലാൻ പോയില്ല, മക്കളെ കാണാൻ പോയില്ല, കൂടെയുള്ളവരെ കാണാൻ പോയില്ല. പ്രാർത്ഥനാ മുറിയിലേക്ക് കയറി ചുവരിലേക്ക് മുഖം തിരിച്ചു. ദൂതയച്ചവന്റെ മുഖത്തേക്ക് നോക്കി അയ്യോ യഹോവേ എന്ന് വിളിച്ചു. ഇന്ന് പകൽ ദൈവസന്നിധിയിൽ നീ കരയുന്നത് ഒരിക്കലും വൃഥാഭാഗത്തില്ല. ദൈവസന്നിധിയിൽ നീ പ്രാർത്ഥിക്കുന്നത് ഒരിക്കലും വൃഥാഭാഗത്തില്ല. ദൈവസന്നിധിയിൽ നെടുമ്പാടെ വീഴുന്നത് ഒരിക്കലും വൃഥാഭാഗത്തില്ല. നിനക്ക് വേണ്ടി സ്വർഗം ചലിക്കോ, സ്വർഗം നിനക്ക് വേണ്ടി തുറക്കോ. കേബാർ നദീതീരത്ത് യെഹസ്കേലിന് വേണ്ടി സ്വർഗം തുറന്നതുപോലെ, പത്മോസിന്റെ ഏകാന്തതയിൽ യോഹന്നാന് വേണ്ടി സ്വർഗം തുറന്നതുപോലെ, യാബോക്കിന്റെ കടവിൽ യാക്കോബിന് വേണ്ടി സ്വർഗം ഇറങ്ങിയതുപോലെ, ആ ബേഥേലിൽ യാക്കോബിന് വേണ്ടി സ്വർഗം തുറന്നതുപോലെ, ഇന്നു പകൽക്കാലം പ്രാർത്ഥിക്കുന്ന നിനക്ക് വേണ്ടി, കരയുന്ന നിനക്ക് വേണ്ടി ഇന്നു പകൽ സ്വർഗം തുറക്കാൻ പോകുകയാ. ആ കർത്താവിന്റെ സന്നിധി എത്ര പേര് ഏൽപ്പിച്ചു കൊടുക്കും? ഒരു നിമിഷം നമുക്കൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ?